ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ സബ് സ്കൂൾ സർവീസിലേക്ക് ഞാൻ ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഗാനശുശ്രൂഷയുടെ ആരംഭമായി പാട്ടുപുസ്തകത്തിലെ 438 പാട്ടുകൾ 4, 3, 8. സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. ആകുലവേളകളിൽ ആശ്വാസം നൽകിടും താൻ എന്നറിഞ്ഞു നീയും യേശുവെ നോക്കിയ എണ്ണമില്ല നന്മ നൽകിടും താൻ. എന്നറിഞ്ഞു നീയും യേശുവെ നോക്കിയ എണ്ണമില്ല നന്മ നൽകിടും താൻ. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു. സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. കണ്ണീരെല്ലാം തുടയ്ക്കും, കൺമണി പോലെ കാക്കും. കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാൽ കനിവോടെ നിന്നെ കാത്തിടും താൻ. കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാൽ കനിവോടെ നിന്നെ കാത്തിടും താൻ. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു. സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. മനക്ലേശം നേരിടുമ്പോൾ ബലഹീനതകൾ നൽകും. അവൻ വിളിച്ചു രക്ഷയുമാകയ താമസമെന്നിൽ വന്നിടുക. അവൻ വിളിച്ചു രക്ഷയുമാകയ താമസമെന്നിൽ വന്നിടുക. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു. സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. സകല വ്യാധിയെയും സുഖമാക്കും വല്ലഭൻ. താനാരായിരുന്നാലും ഭേദങ്ങളെന്നിയെ കൃപയാൽ തന്നെ കാത്തിടും താൻ. താനാരായിരുന്നാലും ഭേദങ്ങളെന്നിയെ കൃപയാൽ തന്നെ കാത്തിടും താൻ. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു. സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു.
അടുത്തതായി പാഠപുസ്തകത്തിലെ 391 പാട്ട് പാടാം. 391. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ ആദിയിലെന്ന പോലാത്മാവേ അമിതബലം തരണേ. ആദിയിലെന്ന പോലാത്മാവേ അമിതബലം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ ധീരതയോടു നിൻ വേല ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ. ധീരതയോടു നിൻ വേല ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ പിന്മഴയെ വീണ്ടും അയക്കണമേ. നിഞ്ചനമുണർന്നിടുവാൻ പിന്മഴയെ വീണ്ടും അയക്കണമേ. നിഞ്ചനമുണർന്നിടുവാൻ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു അനുഗ്രഹിക്കപ്പെട്ടതായ വിശുദ്ധ ശബ്ദത്തിൻ്റെ പ്രഭാത സമയത്ത് നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം ഒരുമിച്ച് തന്നതായ ഈ നല്ല അവസരത്തിനായി നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തോട് നന്ദി പറയാം. കടന്നു വന്നിരിക്കുന്നതായ അല്ലെങ്കിൽ വിവിധ ഇടങ്ങളിലായി ഞങ്ങളെ ശ്രവിക്കുന്നതായ എല്ലാ ജനങ്ങൾക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ശാബ് സ്കൂളിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്ക് വേദവായനയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചന വേദഭാഗം എന്ന് പറയുന്നത് യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 58-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം. യെശയ്യാവ് 58:13 അതിപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു: നീ എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിൻ്റെ കാര്യാദികൾ നോക്കാതെ ശബത്തിൽ നിൻ്റെ കാലടക്കി വെച്ചു. ശബത്തിനെ ഒരു സന്തോഷം എന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാനയോഗ്യമെന്നും പറയുകയും നിൻ്റെ വേലയ്ക്ക് പോകുകയോ നിൻ്റെ കാര്യാദികളെ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും. ഈ വായിച്ചു കേട്ട തിരുവചന ഭാഗങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ശാബ് സ്കൂളിൻ്റെ ആരംഭമായി നമുക്ക് ചേർന്ന് നമ്മുടെ സത്യപ്രദീപ ഗാന പാഠ്യപുസ്തകത്തിലെ 353-ാമത്തെ പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. 353-ാമത്തെ പാട്ട്. കാഹളം കാതുകളിൽ കേട്ടിടാറായി. കാഹളം കാതുകളിൽ കേട്ടിടാറായി, ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി, ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി.
പായുകയായി. കാഹളം കാതുകളിൽ കേട്ടിടാറായി, ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി, ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി. സമാധാനമില്ലാ ഭൂവിൽ അനുദിനം നിലവിളി പടർന്നുയരുകയായി ധരണി തന്നിൽ. ദൈവത്തിൻ പൈതങ്ങൾക്കാനന്ദം ധരണിയിൽ, ക്ലേശിപ്പാൻ ലവലേശം സാധ്യമല്ല. ദൈവത്തിൻ പൈതങ്ങൾക്കാനന്ദം ധരണിയിൽ, ക്ലേശിപ്പാൻ ലവലേശം സാധ്യമല്ല. കാഹളം കാതുകളിൽ കേട്ടിടാറായി, ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി, ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി. ജനിച്ചു പ്രവൃത്തി ചെയ്തു മരിച്ചു മൂന്നാം ദിനത്തിൽ, മരണത്തെ ജയിച്ചേശു ഉയരത്തിൽ പോയി. പാപവും ശാപവും നീക്കി താൻ ജയം നൽകി, പാപികൾക്കവൻ നിത്യശാന്തി നൽകി. പാപവും ശാപവും നീക്കി താൻ ജയം നൽകി, പാപികൾക്കവൻ നിത്യശാന്തി നൽകി. കാഹളം കാതുകളിൽ കേട്ടിടാറായി, ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി, ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി. പാടുവിൻ നവഗാനം, അറിയിപ്പിൻ സുവിശേഷം, ദൈവരാജ്യമാസന്നമായി മനം തിരിവിൻ. എരിഹോവിൻ മതിലുകൾ തകർത്തിടാനുയരുവിൻ, കാഹളം മുഴക്കിടിൻ ദൈവജനമേ. എരിഹോവിൻ മതിലുകൾ തകർത്തിടാനുണരുവിൻ, കാഹളം മുഴക്കിടാൻ ദൈവജനമേ. കാഹളം കാതുകളിൽ കേട്ടിടാറായി, ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി, ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായി തന്നിരിക്കുന്നതായ ഒരു നല്ല ശബത്തിൻ്റെ പ്രഭാത നിമിഷത്തിലായിരിക്കുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം അടിയങ്ങൾക്ക് തന്ന ദാനത്തെ ഓർത്ത് അടിയങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, ചുരുക്കം ചിലരായ അടിയങ്ങളെ കർത്താവ് ഇത്രത്തോളം വഴി നടത്തുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവെ, അങ്ങയുടെ മക്കളെന്ന ബഹുമാനം യോഗ്യം കരസ്ഥമാക്കുവാൻ തക്കവണ്ണം അടിയങ്ങളുടെ മേൽ കർത്താവെ അങ്ങയുടെ അതിവ്യവരം അടിയങ്ങൾക്ക് നൽകുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ വിശുദ്ധ ശബത്തിൽ കർത്താവെ, അങ്ങേ ആരാധിപ്പാൻ തക്കവണ്ണം കടന്നു വന്നിരിക്കുന്നതായ എല്ലാ ദൈവമക്കളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നാഥ, ലോകത്തും കർത്താവെ വിവിധ ഇടങ്ങളിൽ കർത്താവെ അങ്ങയുടെ വേലയിലായിരിക്കുന്ന ഓരോ ദൈവമക്കളെയും അങ്ങയുടെ കാര്യങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിയാൽ ഇന്ന് ശാബത്ത് സ്കൂളിൽ പാഠം എടുക്കുന്നതായ പ്രിയ മകനെ അങ്ങയുടെ കാര്യങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആ പാഠം കർത്താവ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ആ പാഠത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കർത്താവെ അടിയങ്ങൾക്ക് അടിയങ്ങളുടെ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണം അടിയങ്ങളെ അവിടുന്ന് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സർവ്വവും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേട്ട് ഉത്തരമരുളുമേ. സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ, ആമേൻ. ദൈവനാമത്തിന് നന്ദിയുടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ആഗോള മിഷൻ വാർത്തയായിട്ട് കേൾക്കാൻ തക്കോണം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ഞങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കൂ എന്ന തലക്കെട്ടോടു കൂടിയ ഭാഗമാണ്. ഇത് നമ്മെ എഴുതി അറിയിക്കുന്നത് ജാങ് സോഹി എന്ന് പറയുന്ന പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടി സൗത്ത് കൊറിയയിലുള്ളൊരു പെൺകുട്ടിയാണ്. താൻ ബാലികയായിരുന്ന കാലം മുതൽ തന്നെ ഒരു മിഷണറി ആകണമെന്നുള്ള ആഗ്രഹം, അതീവമായ ആഗ്രഹവും ഒരു സ്വപ്നവും സോഹീമിന് ഉണ്ടായിരുന്നു. എങ്കിലും താൻ ഒരു ഞായറാഴ്ച ആചരിക്കുന്ന സഭയിൽ ജനിച്ചു വളർന്നതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള ജീവിതമായിരുന്നു സോഹീം അനുഷ്ഠിച്ചിരുന്നത്. സോഹീമിൻ്റെ ബന്ധുക്കളായ ആളുകളൊക്കെയും മരിച്ചുപോയ പൂർവ്വപിതാക്കന്മാരെ ആരാധിക്കുന്ന കൂട്ടത്തിലുള്ളതായിരുന്നു. സോഹീമിൻ്റെ പിതാവ് ചെറുപ്പത്തിലെ നഷ്ടപ്പെട്ടിരുന്നു. സോഹീമും മാതാവും ഞായറാഴ്ച ആചരണത്തിൽ പങ്കെടുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു ഫാമിലിയായിരുന്നു.
അങ്ങനെ സോഹീമിൻ്റെ മാതാവ് ഒരു ദിവസം തൻ്റെ മകളുടെ സ്വപ്നം ഇന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അവളെ ഒരു മിഷണറി ആക്കുന്നതിന് ഉതകുന്ന ഒരു പ്രൊഫസറുമായി അവളെ കണക്ട് ചെയ്യാൻ തക്കൊണ്ട് അവളുടെ മാതാവ് തീരുമാനിച്ചു. അങ്ങനെ വിദേശ രാജ്യങ്ങളിലേക്ക് മിഷണറിമാരെ എത്തിക്കുന്ന ഒരു പ്രൊഫസറെ മാതാവ് പരിചയപ്പെടുകയും തൻ്റെ മകളെ അത് പരിചയപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം സോഹീം ഈ പ്രൊഫസറെ കാണുവാൻ തക്കവണ്ണമായിട്ട് വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഇറങ്ങി. പോയ വഴിക്ക് SOS എന്ന ഒരു ലേബിൾ ധരിച്ച ടീഷർട്ട് ഇട്ട ഒരു കൂട്ടം ബാലികമാരെ കണ്ടെത്തി. SOS എന്നതിൻ്റെ ഫുൾ ഫോം സാൽവേഷൻ ഒൺലി ജീസസ് എന്നാണ്. തൊട്ടടുത്തുള്ള അഡ്വന്റിസ്റ്റ് ദേവാലയത്തിലെ കുട്ടികളായിരുന്നു അവർ. അങ്ങനെ ആ കുട്ടികൾ സോഹീമിനെ അവരുടെ അഡ്വന്റിസ്റ്റ് ദേവാലയത്തിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. അങ്ങനെ പാസ്റ്ററുമായി പരിചയപ്പെട്ട് ശബ്ദനെക്കുറിച്ച് പാസ്റ്റർ ചോദിച്ചു, നീ ക്രിസ്ത്യാനിയായിരിക്കെ നിനക്ക് ശബ്ദനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ സോഹീമിന് മറുപടി ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അങ്ങനെ പാസ്റ്ററുടെ അടുത്തിരുന്നുകൊണ്ട് വളരെയധികം ആകാംക്ഷയോടുകൂടി ഹൃദയത്തിൽ ഒരു കത്തുന്ന അനുഭവത്തോടുകൂടി സോഹീം വചനം പഠിക്കാൻ തക്കോണം തീരുമാനിച്ചു. അവിടെ ഇരുന്ന് വചനം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അമ്മ പരിചയപ്പെടുത്തിയ പ്രൊഫസർ വിളിക്കുകയുണ്ടായി. അപ്പോൾ ഞാനിവിടെ തിരക്കിലാണ്, പിന്നെ ഒരു സമയത്ത് നമുക്ക് തമ്മിൽ കണ്ടുമുട്ടാമെന്ന് സോഹീം പറയുകയും വളരെയധികം താല്പര്യത്തോടുകൂടി ദൈവത്തിൻ്റെ വചനം പഠിക്കുകയും ചെയ്തു. ന്യായപ്രമാണത്തെക്കുറിച്ചും കർത്താവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചും വൻപോരാട്ടത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ദൈവത്തിൻ്റെ രക്ഷയെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് പാസ്റ്റർ സോഹീമിന് പറഞ്ഞു കൊടുത്തു. വളരെയധികം താല്പര്യത്തോടുകൂടി താൻ മുമ്പ് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ദൈവത്തിൻ്റെ വചനത്തിലെ സത്യങ്ങളെ കൂടുതലായി പഠിക്കാൻ ആഗ്രഹിക്കുകയും അദ്ദേഹം പാസ്റ്ററുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് പഠിക്കുകയും ചെയ്തു. ആ സമയത്ത് പ്രൊഫസർ വീണ്ടും വിളിച്ചു. അപ്പോൾ സോഹ്യം പറയുകയുണ്ടായി, ഞാൻ ഇവിടെ അഡ്വന്റിസ്റ്റ് പാസ്റ്ററുടെ അടുത്തിരുന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പഠിക്കുകയാണെന്ന് പറഞ്ഞു. ഈ സമയത്ത് പ്രൊഫസർ കോപാകുലനാവുകയും അഡ്വന്റിസ്റ്റുകാരുടെ വിശ്വാസ പ്രമാണങ്ങൾ സത്യക്രിസ്ത്യാനികൾ പിന്തുടരാറില്ല എന്ന് പറഞ്ഞ് പാസ്റ്റർ സോഹ്യമിനെ നേരെ ദേഷ്യപ്പെടുകയുമുണ്ടായി. അപ്പോൾ പാസ്റ്റർ പറയുകയുണ്ടായി, താൻ പറഞ്ഞ പ്രൊഫസർ ഒരു ഞായറാഴ്ച ആചാരക്കാരൻ മാത്രമല്ല, പരിശുദ്ധാത്മാവിനെ കുറിച്ച് മാത്രം പഠിപ്പിക്കുകയും അങ്ങനെ പാർശ്വമായി ചിന്തിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് എന്ന് പാസ്റ്റർ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. ഇങ്ങനെ സോഹീം വചനം പഠിച്ചു. ശേഷം പാസ്റ്റർ സോഹീമിനെ ഷംയുക് എന്ന സർവകലാശാലയിൽ ബൈബിൾ പഠനത്തിനായിട്ട് അയക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. തൻ്റെ മാതാവ് താൻ പറയുന്നതൊന്നും അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. എങ്കിലും സോഹീം പലപ്പോഴും വരുമ്പോഴൊക്കെയും പല വേദഭാഗങ്ങളും പല പുസ്തകങ്ങളും ചെറു ലഘുലേഖകളുമൊക്കെ തൻ്റെ വീട്ടിൽ അവിടെ എവിടെയായി അറിയാത്തതുപോലെ നിക്ഷേപിക്കാറുണ്ടായിരുന്നു. ഇത് അമ്മ വായിക്കുകയും യൂട്യൂബിലുള്ള അഡ്വന്റിസ്റ്റുകാരുടെ ആരാധനകളൊക്കെ പങ്കെടുക്കുകയും ചെയ്തപ്പോൾ സോഹീമിൻ്റെ മാതാവിനെ യഥാർത്ഥമായി സത്യമാണ് അഡ്വന്റിസ്റ്റുകാർ പഠിപ്പിക്കുന്നതെന്നും പഠിക്കുന്നതെന്നും മനസ്സിലാകുകയും ദൈവത്തോട് ചേരാൻ തക്കണം തീരുമാനിക്കുകയും ചെയ്തു. ഈ സമയത്ത് അത്ഭുതകരമായ ഒരു സംഭവം സൗത്ത് കൊറിയയിലുണ്ടായത്. പ്രൊഫസറുടെ ആലയത്തിലുള്ള അല്ലെങ്കിൽ അമ്മ സംബന്ധിക്കുന്ന ആലയത്തിലുള്ള ആളുകൾക്ക് ആയിരക്കണക്കിന് ആളുകൾക്ക് കൊറോണ ബാധിക്കുകയും അവരുടെ ആലയം അവരുടെ പ്രാർത്ഥനാലയം അടച്ച് മുദ്രയിടുകയും ചെയ്തു. ഈ സമയത്ത് സോഹീമിൻ്റെ മാതാവ് അത്ഭുതകരമായി കൊറോണയിൽ നിന്ന് മുക്തിയാകുകയും അത് വലിയൊരു അനുഭവം ആ ദേശത്ത് ഉണ്ടാകുകയും ചെയ്തു. ജനങ്ങളുടെ ഇടയിൽ വലിയൊരു ചിന്ത ഉണ്ടാകുവാൻ തക്കോണം ഇടയായി. ദൈവം കാണാതെ പോയതിനെ തിരഞ്ഞെടുക്കാനാണല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്നുള്ള വചനം ഇവിടെ അനർത്ഥമാവുന്നതായിട്ട് സോഹീം പറയുന്നു. അങ്ങനെ താൻ യാദൃശ്ചികമായി SOS എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പ് ബാലികമാരെ പരിചയപ്പെടുവാനും അതിലൂടെ തനിക്കിന്ന് വേദപുസ്തകത്തിലെ സത്യങ്ങളെ മനസ്സിലാക്കുന്നതിനും അതോടൊപ്പം തന്നെ താൻ ഇന്നൊരു ബിരുദം സമ്പാദിക്കുന്നതിനൊക്കെയും സാധിച്ചു. അതുകൊണ്ട് വളരെയധികം നന്ദിയുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇന്ന് സോഹീമിനെ കാണപ്പെടുന്നത്. ഇന്ന് സൗത്ത് കൊറിയയിൽ അനേകം മിഷനറിമാർ ദൈവത്തിൻ്റെ വേല ചെയ്യുന്നതിനായിട്ട് ഉണ്ട്. അവർക്ക് നമ്മുടെ കാണിക്കകളൊക്കെയും വളരെയധികം അത്യാവശ്യമാണ്. ഈ പ്രാവശ്യം നമ്മുടെ 13-ാം വാര കാണിക്ക ഈ പ്രദേശത്ത് ദൈവത്തിൻ്റെ വേലയ്ക്ക് ഉപയോഗിക്കാൻ തക്കവണ്ണം തീരുമാനിച്ചിരിക്കുകയാണ്. ദൈവവേലയ്ക്കായി അകമൊഴിഞ്ഞ് നൽകുന്നതോടൊപ്പം തന്നെ സോഹീമിനെ പോലെ ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന ബാലികമാർക്കും യുവജനങ്ങൾക്കും വേണ്ടി നാം പ്രാർത്ഥിക്കുകയും ചെയ്യണം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
കുരിശിലേശു നിന്നുടെ മുറിവിൽ ചേർന്നലിയൂ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാട്ടെ. ദൈവസന്നിധിയിൽ ഫീച്ചർ രോഗമായി നിൽക്കുവാൻ ദൈവം സഹായിച്ചു ചേർത്ത് സർവശക്തനായ ദൈവത്തിന് കോടാനുകോടി സ്തോത്രം. നാം എല്ലാം ജീവിക്കുന്നത് പ്രതിസന്ധികൾ നിറഞ്ഞതായ ഒരു ലോകത്തിലാണ്. നമുക്ക് ചുറ്റും അനേകം പ്രതിസന്ധികളുണ്ട്. പകർച്ചവ്യാധി എന്ന പ്രതിസന്ധി, മഴ അതിൻ്റെ കെടുതികൾ, ജോലിയുടേതായ പ്രയാസങ്ങൾ, അതിൻ്റേതായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ പല വിധത്തിലുള്ളതായ പ്രതിസന്ധികൾ നാം ഓരോ നാളുകളിലും അഭിമുഖീകരിക്കുന്നു. പലപ്പോഴും നാം ചിന്തിക്കും, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതിബന്ധങ്ങൾ കടന്നു വരുമ്പോൾ വാതിലുകളെല്ലാം അടഞ്ഞു, നിരാശയിൽ ആണ്ടുപോകുന്നതായ ജീവിതം. അവിടെ പ്രത്യാശയുടെ തിരുനാളമാണ് പ്രാർത്ഥന. സ്വർഗീയ സിയോനിലേക്കുള്ള നമ്മുടെ യാത്രയിൽ അടഞ്ഞുകിടക്കുന്നതായ വാതിലുകളെ തുറക്കുന്നതായ താക്കോലാണ് പ്രാർത്ഥന. സ്വർഗീയ കലവറയുടെ താക്കോൽ, സർവശക്തിയുള്ള യേശുവിൻ്റെ നാമം. ഒരിക്കൽ ഒരു കാട്ടിൽ കാട്ടുതീ പടർന്നു പിടിച്ചു. ജീവജാലങ്ങളെല്ലാം പ്രാണരക്ഷയ്ക്കായി ഓടുകയാണ്. അങ്ങനെ ഓടുന്നതായ സമയത്ത് ഒരു മാനിൻ്റെ കാലിൽ വലിയൊരു മുള്ള് തറച്ചു. മാൻ പുഴയ്ക്കരികിൽ അമർന്നിരുന്നു. വേദനയാൽ പിടഞ്ഞുകൊണ്ട് അമർന്നിരുന്ന മാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് കാട്ടുതീ തൊട്ടടുത്തായുണ്ട്. അല്പം അടുത്തായി തന്നെ ഒരു വേടൻ തന്നെ അമ്പ ചെയ്യാനായി ഒരുങ്ങി നിൽക്കുന്നു. ദൂരെ നിന്നും ഓടി വരുന്നതായ ഒരു സിംഹം. തനിക്ക് ചുറ്റും പ്രതിസന്ധികൾ നിറഞ്ഞതായ ഒരു ലോകം. നോടി നേരത്തിനിടയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഈ മാൻ ഉയരങ്ങളിലേക്ക് കണ്ണുകളെ ഉയർത്തി. അല്പനിമിഷത്തിനുള്ളിൽ തന്നെ ഒരു വലിയ ഇടിവെട്ടുന്ന ശബ്ദം കേട്ട് ഞെട്ടിയ വേടൻ ഉന്നം വെച്ച് നിന്നായ അമ്പ് ഉന്നം പിഴച്ച് സിംഹത്തിന്മേൽ തറച്ചു. സിംഹം അലറി വിളിച്ചുകൊണ്ട് വേദന കൊണ്ട് പിടഞ്ഞു. ആ സമയത്തിനുള്ളിൽ ഭയന്ന് വേടൻ ഓടിപ്പോയി. ഉടനെ തന്നെ അതിശക്തമായ മഴയും ഇടിയും കാറ്റും ഉണ്ടായി. കാട്ടുതീ ശമിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഇതൊരു നിസ്സാരമായൊരു കഥയാണെങ്കിലും ഈ കഥയിൽ നിന്ന് നാം പഠിക്കുന്നതായൊരു പാഠമുണ്ട്. ബലഹീനമായ മൃഗത്തെ പോലും കരുതിയ ദൈവം നമ്മെ കരുതാൻ, സംരക്ഷിക്കുവാൻ, നമ്മെ പരിപാലിക്കുവാൻ ഓരോ നിമിഷവും തയ്യാറായി നിൽക്കുകയാണ്. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 31 അധ്യായം 3 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. നാം ഓരോരുത്തരും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവങ്കിൽ നിന്ന് വരുന്നു. നമുക്ക് ചുറ്റും എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായിരുന്നാലും അവയിൽ നിന്നെല്ലാം നമ്മെ രക്ഷിക്കുവാൻ, കരുതുവാൻ, പരിപാലിക്കുവാൻ ബലമുള്ളതായ ഒരു കരം നമ്മോടൊപ്പം കൂടെയുണ്ട്. ആ സ്നേഹത്തിന് കീഴിൽ നമുക്ക് ഓരോരുത്തർക്കും താഴ്ന്നിരിക്കാം. ഈ നാളുകളിൽ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ, ദൈവത്തിന് ഹിതകരമായ വാക്കുകൾ പറയുവാൻ, നമ്മുടെ പ്രവൃത്തികളെയും നമ്മുടെ ജീവിതത്തെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഓരോ നിമിഷവും ജീവിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ ഫീച്ചർ ടോക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ മറ്റൊരു ശബദിൻ്റെ ഈ മനോഹരമായിരിക്കുന്ന ഈ പ്രഭാതത്തിൽ
നമുക്കേവർക്കും ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനും നമുക്കെല്ലാവർക്കും ഒന്നായി ആവർത്തന പുസ്തകത്തിലെ ഏതൽക്കാല സത്യം എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി ഈ ആഴ്ചത്തെ ശബത്ത് സ്കൂൾ പാഠപഠനം പഠിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ഒരുക്കി ഈ വൻകൃപയ്ക്കായി നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. കഴിഞ്ഞ 9ഓളം ആഴ്ചകളിലായി നമ്മൾ ആവർത്തന പുസ്തകത്തെ ആഴമായി പഠിച്ചു വരികയായിരുന്നു. ഇന്ന് നമ്മൾ 10ാമത്തെ പാഠത്തിലേക്ക് അല്ലെങ്കിൽ 10ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. എൻ്റെ തലക്കെട്ട് എന്നുള്ളത് ഓർക്ക മറന്നു കളയരുത്. ഓർക്ക മറന്നു കളയരുത് എന്നുള്ളതായൊരു തലവാചകത്തോടു കൂടിയാണ് ഈ ആഴ്ചത്തെ പാഠം നമുക്ക് വരുന്നത്. ഈ ആഴ്ചത്തെ പാഠത്തിൻ്റെ മനപ്പാഠവാക്യം എന്നുള്ളത് ആവർത്തന പുസ്തകം അതിൻ്റെ 9ാം അധ്യായം അതിൻ്റെ 7ാം വാക്യം. അതിപ്രകാരം പറയുന്നു: നീ വനഭൂമിയിൽ വെച്ച് നിന്റെ ദൈവമായ യഹോവയെ കോപിപ്പിച്ചു എന്നോർക്ക, മറന്നു കളയരുത്. മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ട നാൾ മുതൽ ഈ സ്ഥലത്ത് വന്നതുവരെയും നിങ്ങൾ യഹോവയോട് മത്സരിക്കുന്നവരായിരുന്നു. തീർച്ചയായിട്ടും ഈ ആഴ്ചത്തെ പാഠം എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായ ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഓർക്ക മറന്നു കളയരുത് എന്നുള്ളത് ദൈവം മനുഷ്യന് കൊടുക്കുന്നതായ ഒരു നിർദ്ദേശമാണ്. നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ നിത്യജീവന് വേണ്ടി, നമ്മുടെ നല്ല ഭാവിക്ക് വേണ്ടി ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളെ ഓർക്കുക, അത് മറന്നു കളയാതെ ഓർക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യത അർഹിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഈ ആഴ്ചത്തെ പാഠത്തിൽ ഈ 2 വാക്കുകളെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, ഓർക്കുക, മറക്കുക എന്നുള്ളത് ഇത് രണ്ടും ക്രിയാപദങ്ങളാണ്. എന്നാൽ ഇത് രണ്ടും ഒരു വിപരീത പദങ്ങളുമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഓർക്കുക എന്ന് പറയുന്നത് മറക്കാതിരിക്കുന്നതായ ഒരവസ്ഥയാണ്. മറക്കുക എന്ന് പറയുന്നത് ഓർക്കാതിരിക്കുന്നതായ ഒരു അവസ്ഥയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 2 വാക്യങ്ങൾ ഒരു ക്രിസ്ത്യാനി ജീവിതത്തിൽ, അല്ലെങ്കിൽ ഒരു ദൈവവിശ്വാസി എന്ന നിലയിൽ, ഒരു സെവന്ത് ഡേ അഡ്വന്റിസ്റ്റുകാരൻ എന്ന നിലയിൽ, ഇത് രണ്ടും വളരെയധികം നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതായ 2 വാക്കുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ആഴ്ചയിൽ നമ്മൾ ആവർത്തന പുസ്തകത്തിൽ ഓർക്കുക എന്നുള്ളതായ ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ദൈവം ഒരിക്കലും ഒരു മറക്കുന്നതായ വ്യക്തിയല്ല. ഈ 2 വാക്കുകളും, ഓർക്കുക അല്ലെങ്കിൽ മറക്കാതിരിക്കുക എന്നുള്ള ഈ 2 നിർദ്ദേശങ്ങളും മനുഷ്യനെ മാത്രം സംബന്ധിക്കുന്നതായ കാര്യമാണ്. കാരണം ദൈവം ഒരിക്കലും ഒരു കാര്യം പറഞ്ഞാൽ അത് മറക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിന് ഓർക്കേണ്ടതായ ഒരു സാഹചര്യം ഒരിക്കലും വരുന്നില്ല. ദൈവം ഒരു വാഗ്ദത്തം നൽകിയിട്ടുണ്ട് എങ്കിൽ, ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ദൈവം അത് തീർച്ചയായിട്ടും ഓർക്കും, അത് മറന്നു പോകുകയില്ല എന്ന് നമുക്ക് വളരെ വ്യക്തമാണ് ദൈവവചനങ്ങളിലൂടെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ 2 വാക്കുകളും മനുഷ്യനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതായ, അല്ലെങ്കിൽ മനുഷ്യനുമായി ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്നതായ 2 വാക്കുകളാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഓർക്കുക എന്ന് പറയുന്ന ഒരു വിഷയത്തെയും മറക്കുക എന്നുള്ള വിഷയത്തെ നമ്മൾ ആസ്പദമാക്കി നമ്മൾ ആധികാരികമായി ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ, പഴയ നിയമത്തിലെ ഒട്ടുമിക്ക എല്ലാ പ്രവാചകന്മാരും മനുഷ്യരുടെ അടുത്ത് ദൈവം ചെയ്തതായ കാര്യങ്ങളെ ഓർക്കുക, അത് മറന്നു കളയരുത് എന്നുള്ളതാണ് അടിവരയിട്ട് ഊന്നി പറഞ്ഞിരിക്കുന്നതായ വിഷയങ്ങൾ. അപ്പോൾ എന്തുകൊണ്ട് ഇവരിത് ഓർക്കാൻ പറഞ്ഞു എന്ന് നോക്കുമ്പോൾ, അത് തീർച്ചയായിട്ടും ഓർത്തിരിക്കേണ്ടതിൻ്റെ പ്രാധാന്യതയാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. മനുഷ്യർ ദൈവം പണ്ട് ചെയ്ത് കൊടുത്തതായ എല്ലാ കാര്യങ്ങളെയും മറക്കുന്നതിലൂടെയാണ് അവർ ദൈവത്തിൽ നിന്നും വ്യതിചലിക്കുവാനുള്ള വഴി, അതാണ് അതിനുള്ള വഴിവിളക്കാവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ദൈവം ചെയ്തു തന്നതായ കാര്യങ്ങളെ മറക്കാതെ ഓർക്കേണ്ടത് നിത്യജീവനിലേക്കുള്ളതായ പാത നേരെയാക്കുവാൻ തക്കവണ്ണം വളരെയധികം പ്രാധാന്യത അർഹിക്കുന്ന ഒരു വിഷയമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലാണെങ്കിലും നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലേക്ക് നമ്മൾ പിന്നീട് ചിന്തിക്കുകയാണെങ്കിൽ, ദൈവം നമുക്ക് ചെയ്തു തന്നതായ എല്ലാ കാര്യങ്ങളും നമ്മൾ ഓർക്കുന്നുണ്ടോ എന്നുള്ളത് ആത്മപരിശോധന നടത്തേണ്ടതായ കാര്യമാണ്. നമുക്ക് ഇതൊന്നും തന്നെ മറക്കാതെ ഇതെല്ലാം ഓർക്കുവാനും അത് എടുത്തു പറയുവാനും നമുക്ക് വരുന്ന തലമുറകളിലോട് ഇത് പറയുവാനും തക്കവണ്ണം നമ്മൾ പ്രാപ്തരാകണം എന്നുള്ളത് ഈ ഒരു പാഠത്തിലൂടെ വളരെ വ്യക്തമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ദൈവം ചെയ്തു തന്നായ കാര്യങ്ങളെ മറക്കാതെ ഓർക്കേണ്ടത് അത് വളരെയധികം അത്യന്താപേക്ഷിതമായ കാര്യമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ടിട്ടുള്ളതായ രീതികളെ ഓർക്കുകയും അത് മറക്കാതിരിക്കുകയും ചെയ്യുന്നതായ ഈ പ്രധാനപ്പെട്ടതായ തത്വമാണ് നമ്മൾ ഈ ആഴ്ചത്തെ ആവർത്തന പുസ്തകത്തിൽ പ്രകടമായിരിക്കുന്ന പ്രകാരം നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. നമുക്ക് ഞായറാഴ്ചത്തെ ഭാഗത്തേക്ക് പോകുമ്പോൾ, ഞായറാഴ്ച ഭാഗത്തിൻ്റെ തലവാചകമായി പറയുന്നത് മഴവില്ല് ഓർക്കുന്നു എന്നുള്ളതായ ഭാഗമാണ്. അപ്പോൾ
അപ്പോൾ തീർച്ചയായിട്ടും ഈ മഴവില്ല് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതായ ഒരു സന്ദർഭമാണ്, ബൈബിളിലെ ഒരു സന്ദർഭമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭൂമിയിലെ സകല മനുഷ്യരും പാപികളായി തീർന്ന് ദൈവത്തിന് എതിരായി നിൽക്കുന്നതായ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഈ ഭൂമിയിലുള്ളതായ എല്ലാ മനുഷ്യരെയും നശിപ്പിച്ച് കളയാൻ തക്കവണ്ണം ഒരു തീരുമാനത്തിലേക്ക് ദൈവം വരുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് 40 രാവും 40 പകലും നിൽക്കുന്നതായ ഒരു വലിയ മഴ പെയ്ച്ചുകൊണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു വലിയ ജലപ്രളയത്തിലൂടെയായിരുന്നു ഈ ഭൂമിയെ നശിപ്പിക്കുവാൻ ദൈവം പദ്ധതിയിട്ടതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു അവസ്ഥ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. ആ ഒരു വലിയ ന്യായവിധി അല്ലെങ്കിൽ ആ ഒരു വലിയ ജലപ്രളയം, അതിൽ നിന്നും രക്ഷപ്പെട്ടത് നോഹയുടെ ഒരേ ഒരു കുടുംബം മാത്രമാണ്. അതിൽ 8 പേർ മാത്രമേ, 8 മനുഷ്യർ മാത്രമേ ആ ഒരു ജലപ്രളയത്തെ അതിജീവിക്കാൻ ഇടയായുള്ളൂ എന്ന് നമ്മൾ കാണുവാനായിട്ട് സാധിച്ചു. അപ്പോൾ ഈ ഒരു ജലപ്രളയത്തിന് ശേഷം ദൈവം അവർക്കൊരു വാഗ്ദത്തം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുന്നു. ആ ഒരു വാഗ്ദത്തിലാണ് ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ ഏറ്റവും ആദ്യമായി ഓർക്കുക എന്നുള്ളതായ വാക്യം പ്രത്യക്ഷപ്പെടുന്നത്. ഉൽപ്പത്തി അതിൻ്റെ 9-ാം അധ്യായത്തിലാണ് ഈ വാക്ക് വരുന്നത്. നമുക്ക് ആ വാക്യം വായിക്കാം. 9-ാം അധ്യായം അതിൻ്റെ 14-ഉം 15-ഉം വാക്യങ്ങൾ അതിപ്രകാരം പറയുന്നു: ഞാൻ ഭൂമിയുടെ മീതെ മേഘം വരുത്തുമ്പോൾ മേഘത്തിൽ വില്ല് കാണും. അപ്പോൾ ഞാനും നിങ്ങളും സർവ്വജഡവുമായുള്ള സകല ജീവജന്തുക്കളും തമ്മിലുള്ള എൻ്റെ നിയമം ഞാൻ ഓർക്കും. ഇനി സകല ജഡത്തെയും നശിപ്പിപ്പാൻ വെള്ളം ഒരു പ്രളയമായി തീരുകയുമില്ല. ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതായ കാര്യം, ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത് സർവ്വജഡവുമായ സകല ജീവജന്തുക്കളും തമ്മിലുള്ള എൻ്റെ നിയമം ഞാൻ ഓർക്കും, ഇവരെ നശിപ്പിക്കാതിരിക്കാൻ ഈ മഴവില്ല് കാണുമ്പോൾ ഞാൻ ഓർക്കും എന്ന് ദൈവം അവിടെ പറയുന്നു. ആ ഒരു ഭാഗത്താണ് ഈ ഓർക്കുക എന്നുള്ളതായ ഒരു വാക്ക് അവിടെ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത്. എന്നാൽ ഇതിനെ നമ്മൾ കൂടുതലായിട്ട് ആധികാരികമായി പഠിക്കുമ്പോൾ ഈ പദം എങ്ങനെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ദൈവം നമുക്ക് വേണ്ടി ചെയ്തത് നാം എങ്ങനെ ഓർക്കണമെന്നുള്ളത് നമുക്ക് എന്ത് പഠിക്കാൻ കഴിയും എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, ദൈവത്തിന് ഒരിക്കലും ഇവിടെ ഓർക്കേണ്ടതായ കാര്യം ആവശ്യകത അവിടെ വരുന്നില്ല. കാരണം ദൈവം ഒരിക്കലും ചെയ്തതായ വാഗ്ദത്തങ്ങളിൽ നിന്നും പിന്മാറുന്ന ഒരു ദൈവമല്ല. ദൈവം പറഞ്ഞതായ കാര്യങ്ങൾ, വാക്കുകൾ പാലിക്കാത്ത ഒരു ദൈവമല്ല. ഇവിടെ കാണാൻ സാധിക്കും, ഇത് മനുഷ്യന് വേണ്ടി കൊടുക്കുന്നതായ ഒരു അടയാളമായിട്ടാണ് ഇവിടെ കാണുന്നത്. ദൈവം ഇനി ഒരിക്കലും ഈ ഭൂമിയെ മുഴുവനായി ജലപ്രളയത്താൽ നശിപ്പിക്കുകയില്ല എന്നുള്ളതായ ഒരു വാഗ്ദത്തത്തിൻ്റെ അടയാളമായിട്ടാണ് ദൈവം തൻ്റെ വില്ല് മേഘത്തിൽ വെക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വില്ല് എന്നുള്ളത് ദൈവം അത് കാണുമ്പോൾ, അതായത് ഈ വില്ല് കാണുമ്പോൾ ദൈവം ആ ഒരു വാഗ്ദത്തം ഓർക്കുവാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് സകല മനുഷ്യരും സകല ജീവജന്തുക്കളും ഈ വില്ല് കാണുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തം അവിടെ ഓർമ്മ വരണം. ഇനി ഒരിക്കലും ഈ ഭൂമിയെ ദൈവം ജലപ്രളയത്താൽ നശിപ്പിക്കുകയില്ല എന്നുള്ള വാഗ്ദത്തത്തിൻ്റെ അടയാളമായിട്ടാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ദൈവത്തിൻ്റെ ഈ ഒരു വില്ല്, അർത്ഥവൃത്താകൃതിയിലുള്ളതായ ഈ ഒരു വില്ല് എന്ന് പറയുന്നത് പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും ഒരു അടയാളമായിട്ട് കൂടിയാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ മഴവില്ലിൻ്റെ ഈ ഒരു വാഗ്ദത്തം അവിടെ ഓർക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ആദ്യത്തെ വാക്ക്, ഈ വാക്ക് ആദ്യമായി ബൈബിൾ പ്രത്യക്ഷപ്പെടുമ്പോൾ അല്ലെങ്കിൽ വാഗ്ദത്തത്തിൻ്റെ അടയാളമായി ദൈവം മേഘത്തിൽ വെച്ചതായ ഒരു വില്ലിനെ ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ ഓർക്കുവാനുള്ളതായ, പിന്നീട് ബൈബിളിൽ ഈ ഓർക്കുക എന്ന് പറയുന്നതായ എല്ലാ വാക്കുകളും വരുമ്പോൾ അതിലെല്ലാം തന്നെ നമ്മുടെ നിത്യജീവനിലേക്കുള്ള വഴി ഒരുക്കുന്നതായ ഭാഗങ്ങളായിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ദൈവം ചെയ്തതായ നല്ല കാര്യങ്ങളെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തതായ വൻ കാര്യങ്ങളെ നമ്മൾ ഓർക്കേണ്ടതും അത് മറക്കാതിരിക്കേണ്ടതും എത്രത്തോളം പ്രാധാന്യത അർഹിക്കുന്ന ഒരു വിഷയമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം. സോ ഞായറാഴ്ചത്തെ പാഠത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കിത് എങ്ങനെ സമാഹരിക്കാം, അല്ലെങ്കിൽ ഇതെങ്ങനെ കൺക്ലൂഡ് ചെയ്യാമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു മഴവില്ല് കാണുമ്പോൾ അത് തീർച്ചയായിട്ടും ഇനി ഇങ്ങനെയൊരു പ്രളയം ഭൂമിയിലേക്ക് വരികയില്ല എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പാണ് നമുക്ക് ആ ഒരു മഴവില്ലിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മഴവില്ല് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ ദൈവത്തിൻ്റെ ആ ഒരു വചനത്തിൽ നമുക്കൊരു ആശ്രയം ഉണ്ടാകുന്നു, ഒരു ആശ്വാസം ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം പിന്നീട് പറഞ്ഞിരിക്കുന്നതായ എല്ലാ കാര്യങ്ങളും എത്രത്തോളം വിശ്വസനീയമാണ്, അതിന് എല്ലാം തന്നെ നമുക്ക്, അതായത് ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദത്തങ്ങളും നമുക്ക് അവൻ്റെ വചനത്തെ എങ്ങനെ ആശ്രയിക്കാൻ കഴിയുമെങ്കിൽ അപ്പോൾ ഈ ഒരു വാക്യത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ വാഗ്ദത്തത്തിൻ്റെ വചനം നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതായ എല്ലാ
വചനത്തെയും എന്തുകൊണ്ട് ആശ്രയിച്ചുകൂടാ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടതായ കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മഴവിൽ കാണുമ്പോൾ ദൈവത്തിൻ്റെ ഈ ഒരു ഓർമ്മ, ദൈവത്തിൻ്റെ ഈ ഒരു വാഗ്ദത്തത്തിൻ്റെ അടയാളം നമുക്കത് മനസ്സിലാക്കുവാനും ആ ദൈവത്തിൻ്റെ ആ ഒരു സാന്നിധ്യം നമുക്കവിടെ അനുഭവിക്കാനും ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ദൈവം ചെയ്തതായ വൻ കാര്യങ്ങളെ നമ്മൾ മറക്കാതിരിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. തിങ്കളാഴ്ചത്തെ പാഠഭാഗത്തേക്ക് വരുമ്പോൾ ഇതിൻ്റെ തലവാചകമായി വരുന്നത് കഴിഞ്ഞ നാളുകളെ സംബന്ധിച്ച് എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടതായ ജനം എന്ന നിലയിൽ ദൈവം മോശെ മുഖാന്തരം ഇസ്രായേൽ മക്കൾക്ക് അനേകം ഉപദേശങ്ങളും അനേകം ഓർമ്മപ്പെടുത്തുകളും നമ്മൾ ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുകയുണ്ടായി. അവിടെ ദൈവം മോശെ മുഖാന്തരം, മോശെ വഴിയായി ഇവരോടെല്ലാം തന്നെ ഓർക്കാൻ പറയുന്നതായ ഒരു വിഷയം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ 4-ാം അധ്യായം 34-ാം വാക്യം അതിപ്രകാരം പറയുന്നു: അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവമായ യഹോവ മിസ്രയീലിൽ വെച്ച് നീ കാണുകയും നിങ്ങൾക്ക് വേണ്ടി ചെയ്തതുപോലെയൊക്കെയും പരീക്ഷകൾ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, യുദ്ധം, ബലമുള്ള കൈ, നീട്ടിയ ഭുജം, വലിയ ഭയങ്കര പ്രവൃത്തികൾ എന്നിവയിൽ ദൈവം ഒരു ജാതിയെ മറ്റൊരു ജാതിയുടെ നടുവിൽ നിന്ന് തനിക്കായി ചെന്നെടുപ്പാൻ ഉദ്യമിച്ചിട്ടുണ്ടോ? ഈ ഒരു വാക്യത്തിലൂടെയും ഈ ഒരു ഭാഗത്തിലൂടെയും കഴിഞ്ഞ നാളുകളെ സംബന്ധിച്ച് എന്നുള്ളതൊരു വിഷയത്തെ നമ്മൾ ആസ്പദമാക്കി നോക്കുമ്പോൾ അവർ കടന്നു വന്നതായ ഓരോ സാഹചര്യങ്ങളും ദൈവം ചെയ്തതായ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, ദൈവം ചെയ്തതായ കരുതൽ ഇവർ ഓർക്കേണ്ടതാണ് എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. അതാണ് ഇവിടെ മോശെ അവരോട് ആഹ്വാനം ചെയ്യുന്നതായാലും. നമ്മൾ മനപ്പാഠവാക്യത്തിൽ വായിച്ചതുപോലെ നീ മരുഭൂമിയിൽ വെച്ച് നിന്റെ ദൈവമായ യഹോവയെ കോപിപ്പിച്ചു എന്ന് ഓർക്കാം, മറന്നു കളയരുത്. മിസ്രൈം ദേശത്ത് നിന്ന് പുറപ്പെട്ട നാൾ മുതൽ ഈ സ്ഥലത്ത് വന്നതുവരെയും നിങ്ങൾ യഹോവയോട് മത്സരിക്കുകയായിരുന്നു. ഇത് മോശെ അവരോട് പറഞ്ഞതായ കാര്യമാണ്. ഈ ഒരു വാക്യത്തിലും നമ്മൾ കാണുവാൻ സാധിക്കുന്നത് നിങ്ങൾ ചെയ്തതായ കാര്യങ്ങളെ നിങ്ങൾ ഓർക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ദൈവത്തിന് എതിരായി ചെയ്തതായ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. ദൈവം നിങ്ങൾക്ക് ചെയ്തു തന്നായ എല്ലാ വൻ കാര്യങ്ങളും, ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾ ഓർക്കുക എന്നുള്ളതാണ്. മനപ്പാഠവാക്യത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നതായ ഒരു വശം എന്നുള്ളത്, നിങ്ങൾ മത്സരിക്കുന്നതായ ഒരു ജനമാണ്, നിങ്ങൾ ദുശ്ശാഠ്യമുള്ള ഒരു ജനമാണ്, ഒരു ജനതയാണ് എന്ന് മോശെ അവിടെ എടുത്തു പറയുമ്പോൾ, നിങ്ങൾ ദൈവത്തോട് മത്സരിച്ചു, അത് നിങ്ങൾ ഓർക്കുക, മറന്നു കളയരുത് എന്ന് പറയുന്നവരുടെ മോശെ അവിടെ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ദുശ്ശാഠ്യമുള്ള ജനമായിരുന്നിട്ട് കൂടെ, നിങ്ങൾ ദൈവത്തോട് മത്സരിച്ച ഒരു ജനതയായിരുന്നിട്ട് കൂടെ ദൈവം നിങ്ങളെ മിസ്രയീമിൽ നിന്ന് വിടുവിക്കുകയും ഇതുവരെ നിങ്ങൾക്ക് അഗ്നിത്തൂണും മേഘസ്തംഭവുമായി സ്വർഗീയ മന്നായും തന്ന് നിങ്ങളെ പോഷിപ്പിച്ച് നിങ്ങൾക്ക് കുടിപ്പാൻ ദാഹജലവും നിങ്ങൾക്ക് നടപ്പാൻ ചെരുപ്പും നിങ്ങൾക്ക് ഭക്ഷിക്കാനുള്ളതായ എല്ലാ സുഖ സൗകര്യങ്ങളും ദൈവം തന്ന് നിങ്ങളെ പരിപാലിച്ച് ദൈവം നിങ്ങളെ കൊണ്ടുവന്നിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾ ദുശ്ശാഠ്യമുള്ള ജനമാണ്, നിങ്ങൾ ദൈവത്തിനെതിരെ മത്സരിക്കുന്ന ജനമാണ്, അത് നിങ്ങൾ മറന്നു കളയരുത് എന്ന് മോശെ ഇവരോട് പറയുമ്പോൾ അതിൽ ദൈവത്തിൻ്റെ കൃപയാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവരത് ഓർക്കുന്നതിലൂടെ, അവരത് മറന്നു കളയാതിരിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ കൃപ അവർ എത്രത്തോളം അനുഭവിച്ചു എന്നുള്ളത് അവർ ചിന്തിക്കേണ്ടതായ കാര്യമാണ്. അവർ എത്രത്തോളം ദൈവത്തിൻ്റെ കൃപ അനുഭവിച്ചു എന്നുള്ളത് അവർ ഓർക്കേണ്ടതായ കാര്യമാണ്. അപ്പോൾ ഈ 4-ാം അധ്യായം 34-ാം വാക്യത്തിലും ദൈവം ചെയ്ത എല്ലാ കാര്യങ്ങളെയും അവിടെ എടുത്തെടുത്ത് പറയുന്നതാണ്. അത്ഭുതങ്ങൾ, യുദ്ധം, ബലമുള്ള കൈ, നീട്ടിയ ഭുജം, വലിയ ഭയങ്കര പ്രവൃത്തികൾ എന്നിവയാൽ ജനം ഒരു ജാതിയെ മറ്റൊരു ജാതിയുടെ നടുവിൽ തനിക്കായി ചെന്നിപ്പോൾ ഉദ്യമിച്ചിട്ടുണ്ടോ? അപ്പോൾ ഈ എല്ലാ അനുഗ്രഹങ്ങളും അവിടെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ദൈവത്തിന്, അതായത് ദൈവത്തെ അനുസരിപ്പാനും ദൈവം ചെയ്തതായ എല്ലാ കരുതലും, ദൈവം ചെയ്തതായ എല്ലാ അനുഗ്രഹങ്ങളും അവർ ഓർക്കേണ്ടതായ ഒരു ആവശ്യകത അവിടെ എടുത്തു കാണിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവം നിങ്ങൾക്ക് വൻ കാര്യങ്ങൾ ചെയ്തു തന്നു എന്നതിലുപരി ദൈവം ചെയ്തു തന്നായ എല്ലാ കാര്യങ്ങളും മറക്കാതെ ഓർത്തിരിക്കുവാൻ പാകത്തിനുള്ള വഴിയിലാണ് ദൈവം ഇതെല്ലാം ചെയ്തു തന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 32 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ അവൻ ഓർക്കാൻ പറയുന്ന ഓർക്കണം എന്നുള്ളതിൻ്റെ പ്രാധാന്യത എന്താണ് എന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ജനത വളരെ വിശിഷ്ടമായ ഒരു ജനതയായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. മോശെ തന്നെ ഇവരോട് ഇവരോട് ഓർമ്മപ്പെടുത്തുന്നതായ കാര്യം, സൃഷ്ടിപ്പ് മുതൽ ഈ സമയം വരെ ഇതുപോലെ ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ കരുതൽ അനുഭവിച്ചതായ, അല്ലെങ്കിൽ ദൈവം ഇതുപോലെ കരുതിയതായ, ശുശ്രൂഷിച്ചതായ ഒരു ജനത വേറെയുണ്ടോ, ഒരു സാഹചര്യം വേറെയുണ്ടോ എന്ന് അവരെ ആലങ്കാരികമായി ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്.
അപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ആ ഒരു കരുതൽ, അവരെ മിസ്രൈമിൽ നിന്നും വാഗ്ദത്ത പ്രകാരം അവരെ വിടുവിച്ചുകൊണ്ട് വരുന്നത് മുതൽ ഇതിൽ ഏറ്റവും പ്രധാനമായി സീനായ് മലയിൽ ആ ഒരു തീയുടെ നടുവിൽ നിന്ന് അവർ വചനം കേട്ടത്, ഇതെല്ലാം തന്നെ വളരെയധികം പ്രാധാന്യത അർഹിക്കുന്നതായൊരു സംഭവങ്ങളായിട്ടാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ജനത വളരെയധികം അനുഗ്രഹിക്കപ്പെട്ട ജനതയായിരുന്നു. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ അവർ ഓർക്കുവാൻ വേണ്ടിയിട്ടാണ് മോശെ അവരോട് പറഞ്ഞു കൊടുത്തത് എന്ന് നമുക്കാണ്. ഇത് മറക്കാതിരിക്കേണ്ടത് വളരെയധികം പ്രാധാന്യത അർഹിക്കുന്ന ഒരു വിഷയമായിരുന്നു. അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്തതായ എല്ലാ കാര്യങ്ങളും അവർ ഓർക്കുക, അത് മറക്കാതെ അവർ ഓർത്തിരിക്കുമ്പോൾ, അത് ഓർക്കുകയായിരുന്നുവെങ്കിൽ അവർ എത്രത്തോളം ആഹ്ലാദം പ്രകടിപ്പിക്കേണ്ടതായിരുന്നു, അവർ എത്രത്തോളം സന്തോഷവാന്മാരായിരിക്കേണ്ടിയിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായ കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തു തന്നായ എല്ലാ കാര്യങ്ങളും നമ്മൾ ഓർക്കേണ്ടത്, അത് മറക്കാതിരിക്കേണ്ടത്, അത് വളരെയധികം പ്രാധാന്യത അർഹിക്കുന്ന വിഷയം. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 40-ാം വാക്യം അതിപ്രകാരം പറയുന്നു: നിനക്കും നിന്റെ മക്കൾക്കും നന്നായിരിക്കേണ്ടതിനും നിന്റെ ദൈവമായ യഹോവ നിനക്ക് സദാകാലത്തേക്കും നൽകുന്ന ദേശത്ത് നീ ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിനും ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന അവൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിക്കുക. അപ്പോൾ ദൈവം ഇവരോട് ഓർക്കാൻ പറയുന്നത്, ദൈവം ചെയ്തു തന്ന എല്ലാ കാര്യങ്ങളും ഓർക്കുക, അത് മറക്കാതെ ഓർത്തിരിക്കുക എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ, അത് ഒരിക്കലും ഒരു ഉദ്ദേശവും ഇല്ലാതെയായിരുന്നില്ല ദൈവം പറഞ്ഞിരുന്നത്. നിങ്ങൾക്ക് തരുന്നതായ ദേശത്ത് നിങ്ങൾ ദീർഘായുസ്സോടുകൂടി ഇരിക്കുവാൻ ദൈവം ചെയ്തു തന്ന കാര്യങ്ങളെ ഓർത്തുകൊണ്ട് നിങ്ങളവിടെ ജീവിക്കുക എന്ന് പറയുമ്പോൾ ദൈവം അവിടെ നിന്നും അവരോട് ആഗ്രഹിക്കുന്നതായ കാര്യം ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും അവർ പ്രമാണിക്കുക, അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അന്ന് ആ ഇസ്രായേൽ മക്കളോട് മോശെ മുഖാന്തരം ദൈവം ഇപ്രകാരം പറഞ്ഞുവെങ്കിൽ ഇന്ന് ആത്മീയ ഇസ്രായേലായിരിക്കുന്ന നമ്മളോടും ദൈവം പറയുന്നതായ കാര്യമാണ് വെളിപ്പാട് 14-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം. ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. അപ്പോൾ തീർച്ചയായിട്ടും അന്ന് ദൈവം ആ ഒരു ജനതയോട്, ഇസ്രായേൽ ജനതയോട് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് തരുന്ന ദേശത്ത് നിങ്ങൾ ദീർഘായുസ്സോടുകൂടി ഇരിക്കാൻ ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കുക എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇന്നായിരിക്കുന്ന സാഹചര്യത്തിലും ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് ദൈവത്തിൻ്റെ വിശ്വാസവും കാത്തുകൊള്ളുന്നത്, യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്നത് എത്രത്തോളം ചേർന്ന് പോകുന്ന വസ്തുതകളാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആത്മീയരായിരിക്കുന്ന നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നമ്മളായിരിക്കുന്ന ദേശത്ത് ദൈവം ചെയ്തു തന്നായ കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് അതിൽ സന്തോഷിച്ച് വരുന്ന തലമുറകൾക്ക് അത് പകർന്നു കൊടുത്തുകൊണ്ട് ജീവിക്കേണ്ടത് വളരെയധികം പ്രാധാന്യത അർഹിക്കുന്ന വിഷയമാണ് എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ചൊവ്വാഴ്ചത്തെ പാഠഭാഗത്തേക്ക് പോകുമ്പോൾ എൻ്റെ തലവാചകമായി വരുന്നത് മറക്കാതെ ഇരിക്കുവാൻ ജാഗ്രതയോടെ കാത്തുകൊള്ളുക. നമുക്ക് ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം വായിക്കാം. അതിപ്രകാരം പറയുന്നു: കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നീ മറക്കാതെയും നിന്റെ ആയുഷ്കാലത്തൊരിക്കലും അവ നിന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെയും ഇരിപ്പാൻ മാത്രം സൂക്ഷിച്ച് നിന്നെ തന്നെ ജാഗ്രതയോടെ കാത്തുകൊള്ളുക. നിന്റെ മക്കളോടും മക്കളുടെ മക്കളോടും അവയെ ഉപദേശിക്കണം. 4-ാം അധ്യായം 23-ാം വാക്യം കൂടെ നമുക്ക് വായിക്കാം. അതിപ്രകാരം പറയുന്നു: നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് ചെയ്തിട്ടുള്ള അവൻ്റെ നിയമം നിങ്ങൾ മറന്ന് നിന്റെ ദൈവമായ യഹോവ വിരോധിച്ചതുപോലെ യാതൊന്നിൻ്റെയും സാദൃശ്യമായ വിഗ്രഹം ഉണ്ടാക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഇവിടെ ദൈവം ആ ഒരു ജനതയോട് ചെയ്യുവാൻ ദൈവം പറഞ്ഞതായ അല്ലെങ്കിൽ ദൈവം ആഹ്വാനം ചെയ്തതായ കാര്യം എന്നുള്ളത്, നിങ്ങൾ ദൈവം ചെയ്തതായ കാര്യങ്ങളെ മറക്കാതിരിക്കാൻ ജാഗ്രതയോടെ സൂക്ഷിച്ചു കൊള്ളുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് മറക്കാതിരിക്കേണ്ടത് എത്രത്തോളം പ്രധാനപ്പെട്ടതായി, അത് മറക്കാതിരിക്കാൻ അത് ജാഗ്രതയോടെ സൂക്ഷിച്ചു കൊള്ളുക എന്ന് പറയുമ്പോൾ അത് മറക്കാതിരിക്കേണ്ടത് എത്രത്തോളം പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ 2 വാക്യങ്ങളിലും നമ്മൾ വായിച്ചു കേട്ട 4-ാം അധ്യായം 9-ാം വാക്യത്തിലും 4-ാം അധ്യായം 23-ാം വാക്യത്തിലും ദൈവം ചെയ്തതായ കാര്യങ്ങളെ അത് മറക്കാതെ ഓർത്തിരിക്കേണ്ടതിൻ്റെ പ്രാധാന്യത എടുത്തു കാണിക്കുന്നു. അതോടൊപ്പം തന്നെ 4-ാം അധ്യായം 9-ാം വാക്യത്തിൽ കാണുന്നതായ കാര്യം, ദൈവം ചെയ്തു തന്നായ എല്ലാ കാര്യങ്ങളും, ദൈവം ചെയ്തു തന്നായ നന്മകളെ നിങ്ങൾ നിങ്ങളുടെ മക്കളോടും മക്കളുടെ മക്കളോടും അത് സാക്ഷീകരിക്കണം, അത് പറഞ്ഞു കൊടുക്കണം. അവരും ദൈവം ചെയ്തതായ നന്മകളെ ഓർക്കണം എന്നുള്ളതും ദൈവം അവിടെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ജാഗ്രതയോടെ സൂക്ഷിക്കുക എന്നുള്ളത് വാക്ക് SMR എന്ന് പറയുന്ന ഒരു ക്രിയാപദത്തിൽ നിന്നും വന്നതാണ്. ഈ ഒരു വാക്ക് അത് സ്വയം സൂക്ഷിക്കുക, കരുതുക, നിരീക്ഷിക്കുക എന്നുള്ളതായ ഒരു അർത്ഥങ്ങളാണ് ഈ ഒരു വാക്യം വരുന്നത്. ഈ ഒരു വാക്യം എവിടെയാണ് ആദ്യം വരുന്നത് എന്ന് നോക്കുമ്പോൾ ഉൽപ്പത്തി 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ
ആദാമിനെ ഹവ്വയെയും തോട്ടം ഏൽപ്പിക്കും, അത് കാപ്പാനും എന്ന് പറയുമ്പോൾ, അതായത് അത് കാപ്പാൻ ആവശ്യപ്പെടുമ്പോഴാണ് ഈ ഒരു വാക്യം അവിടെ ആദ്യമായി ഉപയോഗിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അതുപോലെ തന്നെ പ്രാധാന്യത അർഹിക്കുന്നതായ ഒരു കാര്യമാണ് ഇത് മറക്കാതെ ജാഗ്രതയോടെ കാക്കുക, ജാഗ്രതയോടെ ഇരിക്കുക എന്നുള്ളത്. അന്ന് അത്രയും വലിയൊരു ജോലിയായിരുന്നു, അല്ലെങ്കിൽ ജോലിയല്ല, അത്രയും വലിയൊരു കർത്തവ്യമായിരുന്നു ആദാമിനെ ദൈവം കൊടുത്ത്. അപ്പോൾ ആ ഒരു ഏദൻ തോട്ടം കാപ്പാൻ ആദാമിനെ ഏൽപ്പിച്ചതുപോലെ തന്നെ ദൈവം ചെയ്തതായ കാര്യങ്ങളെ മറക്കാതെ ജാഗ്രതയോടെ ഇരിക്കുവാൻ പറയുന്നതായ വസ്തുതയിലും ആദാമിന് ഉപയോഗിച്ചതായ അതേ ക്രിയാപദം തന്നെ ഈ ഒരു വാക്യത്തിലും ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പ്രാധാന്യത വളരെ വലുതായിട്ട് കാണാനായിട്ട് സാധിക്കും. അന്നുണ്ടായിരുന്ന ഒരു ജനം ഇത് മറക്കാതെ ജാഗ്രതയോടെ സൂക്ഷിക്കുന്നതിലൂടെ അവർ ദൈവം മുമ്പാകെയും മറ്റ് എബ്രായരുടെ മുമ്പാകെയും മറ്റ് പരദേശികളുടെ മുമ്പാകെയും എങ്ങനെ ജീവിക്കണം എന്നുള്ളതിൻ്റെയും ഒരു വസ്തുതയാണ് ഈ ഒരു വാക്യത്തിലൂടെ നമുക്ക്, അതായത് മറന്നു പോകാതെ ജാഗ്രതയോടെ സൂക്ഷിക്കുക എന്നുള്ളതിലൂടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നാം ഓരോരുത്തരിലെയും ഇത് പ്രാവർത്തികമാകുന്നത് ഇത് മറക്കാതെ സൂക്ഷിക്കുന്നതിലൂടെ, അത് ജാഗ്രതയോടെ സൂക്ഷിക്കുന്നതിലൂടെ, അതിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുന്നതിലൂടെ ദൈവം മുമ്പാകെയും വിശ്വാസി സമൂഹത്തിന് മുമ്പാകെയും മറ്റ് ഇതര ജാതീയരുടെ ഇടയിലും നമ്മുടെ ജീവിതങ്ങളെ ഒരു സാക്ഷ്യമായി തീരുവാൻ തക്കവണ്ണം ദൈവം ചെയ്തതായ നല്ല കാര്യങ്ങളെ, ദൈവം ചെയ്തതായ ഓരോ കാര്യങ്ങളെയും മറക്കാതെ ഇരിക്കാൻ ജാഗ്രതയോടെ സൂക്ഷിക്കുന്നത് വളരെയധികം സഹായകരമാകും എന്നുള്ളത് നമുക്ക് ഈ ഒരു വാക്യത്തിലൂടെ പഠിക്കാനായിട്ട് സാധിക്കുന്നത്. ആവർത്തന പുസ്തകം അതിൻ്റെ 6-ാം അധ്യായം 7-ാം വാക്യം ഇപ്രകാരം പറയുന്നു: നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിൽ ഇരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അതിൻ്റെ 11-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യ പ്രകാരം പറയുന്നു: വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നിങ്ങൾ അവയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് അവയെ ഉപദേശിച്ചു കൊടുക്കണം. ഈ 2 വാക്യങ്ങളും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത് നിങ്ങൾ നടക്കുമ്പോഴും കിടക്കുമ്പോഴും നിങ്ങൾ വീട്ടിലിരിക്കുമ്പോഴും എല്ലാം തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കണം എന്നുള്ളത് പറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇത് യാദൃശ്ചികമായി ദൈവം പറഞ്ഞതായ ഒരു കാര്യമല്ല. തൻ്റെ മക്കളോട് പറഞ്ഞു കൊടുക്കണമെന്നുള്ളത് ദൈവം ചെയ്തതായ കാര്യങ്ങളെ അവർ തൻ്റെ മക്കളോടും അവരുടെ മക്കളുടെ മക്കളോടും പറയണം, അത് മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷീകരിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹമായിരുന്നു. അത് നിങ്ങൾ നടക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നിങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കണം എന്നതിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് മനുഷ്യ സഹജമായ ഒരു കാര്യമാണ് മനുഷ്യന് മറവി എന്നുള്ളത്. അത് മറന്നു പോവുക എന്നുള്ളത് മനുഷ്യ സഹജമാണ്. എന്നാൽ ഒരു കാര്യത്തെ തന്നെ നമ്മൾ ആവർത്തിച്ച് സംസാരിക്കുന്നതിലൂടെ, നമ്മുടെ സംസാര വിഷയങ്ങളിലെല്ലാം തന്നെ അത് കടന്നു വരുന്നതിലൂടെ, നമ്മുടെ മക്കളുടെ അടുത്ത് ഉപദേശിച്ചു കൊടുക്കുന്നതിലൂടെ അത് നമുക്ക് ഓർക്കുവാൻ കഴിയും. അത് നമുക്ക് മറന്നു പോകുവാൻ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ ദൈവം ചെയ്തതായ നല്ല കാര്യങ്ങൾ, ദൈവം ചെയ്തതായ എല്ലാ അനുഗ്രഹങ്ങളും, ദൈവം വഴി നടത്തിയ വിധങ്ങളും എല്ലാം തന്നെ നമ്മൾ ഷെയർ ചെയ്യുന്നതിലൂടെ, അത് നമ്മൾ സംസാരിക്കുന്നതിലൂടെ നമ്മളെ തന്നെ ഓർമ്മപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇസ്രായേൽ മക്കളിൽ നിന്നും ദൈവം ആഗ്രഹിച്ചതുപോലെ ഇന്ന് നാം ഓരോരുത്തരും, ആത്മീയ ഇസ്രായേലിലേക്ക് നാം ഓരോരുത്തരിൽ നിന്നും ദൈവം ഇത് ആഗ്രഹിക്കുകയാണ്. അതായത് നമ്മളും ദൈവം ചെയ്തതായ നല്ല കാര്യങ്ങളെ നമ്മൾ എല്ലാ സമയവും, നമ്മൾ ഇരിക്കുമ്പോഴും നമ്മൾ നടക്കുമ്പോഴും നമ്മൾ മറ്റുള്ളവരുമായി സംസാരത്തിൽ ഏർപ്പെടുമ്പോഴും നമ്മൾ ഈ വക കാര്യങ്ങളെ, ദൈവം ചെയ്തതായ എല്ലാ കാര്യങ്ങളെയും നമ്മൾ സംസാരിക്കണം. നമ്മുടെ സംസാര വിഷയത്തിൽ ഇത് വരണം എന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. നമ്മുടെ മക്കളോടും നമ്മുടെ മക്കളുടെ മക്കളോടും ഇത് പറഞ്ഞു കൊടുക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. അത് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ നമ്മൾ മറ്റ് ആളുകളിലേക്ക്, ജാതീയരിലേക്ക് നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ ദൈവത്തെ സാക്ഷീകരിക്കുവാനും അത് മുഖാന്തരം മറ്റുള്ളവർ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിപ്പാൻ ഇടയാവുകയും മറ്റുള്ള ദൈവ സത്യത്തിലേക്ക് വരുവാനും അത് ഉതകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നാം ഓരോരുത്തരും ദൈവം ചെയ്തതായ കാര്യങ്ങളെ പറയുന്നത് വളരെയധികം പ്രാധാന്യത അർഹിക്കുന്നതായ വിഷയമാണ്. അപ്പോൾ ഇത് ആവർത്തിച്ച് ഓർക്കുന്നതും ഇത് ആവർത്തിച്ച് സംസാരിക്കുന്നതും നമ്മളെ തന്നെ ഓർമ്മപ്പെടുത്തുവാനും മറ്റുള്ളവരെ അതിനായി ഒരുക്കുവാനും ഇത് വളരെയധികം സഹായകരമാകും എന്നുള്ള വിഷയമാണെന്ന് നമ്മൾ ചൊവ്വാഴ്ചത്തെ പാഠത്തിൽ നിന്നും പഠിച്ചത്. ബുധനാഴ്ചത്തെ പാഠഭാഗത്തേക്ക് വരുമ്പോൾ ഇതിൻ്റെ തലവാചകമായി വരുന്നത് തിന്ന് തൃപ്തരാകുക എന്നുള്ളതാണ്. ഈ ഒരു ബുധനാഴ്ചത്തെ പാഠത്തിൽ നമുക്ക് അതിൻ്റെ പ്രാരംഭമായി തന്നെ ഒരു അനുഭവ കഥ അല്ലെങ്കിൽ ഒരു നടന്നതായ കഥ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 34 വർഷത്തോളം സെവന്ത്-ഡേ അഡ്വന്റിസ്റ്റ് സഭയുടെ ജനറൽ കോൺഫറൻസിൽ വർക്ക് ചെയ്ത ഒരു സഭാ നേതാവും ഭാര്യയും പണ്ട് അനേക വർഷങ്ങൾക്ക് മുമ്പ് അവർ ഒരു വിമാന യാത്ര നടത്തിയപ്പോൾ അവരുടെ ഒരു ബാഗ് നഷ്ടപ്പെടുന്നതായിട്ട് കാണുന്നു. ആ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ
അവർ അവിടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായിട്ട്, അത് ആ ഒരു അവസരത്തിൽ അവർ ദൈവത്തോട് പ്രാർത്ഥിച്ച് അവർ ആ ഒരു ബാഗ്, അവരുടെ ആ ഒരു ലഗേജ് അത് തിരികെ ലഭിക്കുവാൻ തക്കവണ്ണം അവർ ആ ഒരു പ്രാർത്ഥനയിൽ ആശ്രയിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു അവസ്ഥ കാണുന്നു. അങ്ങനെ അവർക്ക് ആ ഒരു ബാഗ് തിരികെ കിട്ടുവാനിടയാകുന്നു. ഇതേ ദമ്പതികൾ തന്നെ അനേകം വർഷങ്ങൾക്ക് ശേഷം പിന്നെയും അവർ ഒരു വിമാനയാത്ര കഴിഞ്ഞു വന്നപ്പോൾ അവരുടെ ബാഗേജ് അവരുടെ ലഗേജ് പിന്നെയും നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഇത്തവണ അവിടെ കാണുന്നത് നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാം എന്നാണ് അവർ പറഞ്ഞത്. അതായത് അവർ ആദ്യമേ അവരുടെ ലഗേജ് നഷ്ടപ്പെട്ടപ്പോൾ അവർ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് അത് ലഭിക്കുവാൻ അവർ ആ ഒരു നീക്കം അവർ ചെയ്തപ്പോൾ അനേക വർഷങ്ങൾക്ക് ശേഷം കുറച്ചുകൂടെ നമ്മുടെ തലമുറ കുറച്ചുകൂടെ ടെക്നോളജി എല്ലാം വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ, കുറച്ചുകൂടെ സാഹചര്യങ്ങൾ എളുപ്പമായപ്പോൾ, അനേകം വർഷങ്ങൾക്ക് ശേഷം ഈ അതേ ദമ്പതികൾ തന്നെ വന്നപ്പോൾ ഇവർ സ്വയം പറഞ്ഞത്, വിഷമിക്കേണ്ട, ഇൻഷുറൻസ് പരിരക്ഷയുണ്ടല്ലോ എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഭാഗത്തിൽ നമുക്ക് ആ ഒരു വർഷങ്ങൾക്ക് ശേഷം വന്നതായ ഇവരുടെ ഒരു മനോഭാവം നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഒരു വാക്യവും ഈ ഒരു സന്ദർഭവുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തി ആവർത്തന പുസ്തകം നമ്മൾ നോക്കുകയാണെങ്കിൽ, ആവർത്തന പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം ജനത്തിന് ഒരു താക്കീത് കൊടുക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ നോക്കുമ്പോൾ അവിടെ ജനം അവരുടെ സ്വന്തം മിടുക്കുകൊണ്ട് ആ ഒരു ദേശം കൈവശമാക്കി, അവിടെ ഉണ്ടായിരുന്ന സമ്പത്തും അവരുടെ സമൃദ്ധിയും എല്ലാം തന്നെ അവരുടെ സ്വന്തം താലന്തുകൾ ഉപയോഗിച്ച് അവർ നേടിയെടുത്ത ഒരു വിജയമായാണ് അവിടെ അവർ കണക്കാക്കുന്നത്. എന്നാൽ ദൈവം അവരോട് പറഞ്ഞിരുന്നത്, ഇതൊന്നും തന്നെ നിങ്ങളുടെ മിടുക്ക് കൊണ്ടോ നിങ്ങളുടെ താലന്ത് കൊണ്ടോ നിങ്ങളുടെ കഴിവ് കൊണ്ടോ അല്ല, എല്ലാം തന്നെ ദൈവത്തിൻ്റെ കൃപയാൽ ഉണ്ടായതാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവം അവരോട് ആവർത്തിച്ച് അവരോട് പറയുന്നതായ കാര്യം നമുക്ക് കാണുവാൻ സാധിക്കും. നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം, നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തൻ്റെ നിയമം എന്നുള്ളതുപോലെ ഓർപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നത്. തീർച്ചയായിട്ടും ഇവിടെ മോശ മുഖാന്തരം കർത്താവായ യേശു ക്രിസ്തു ദൈവം അവിടെ പറയുന്നതായ കാര്യം, ദൈവമാണ് നിങ്ങൾക്ക് സമ്പത്തുണ്ടാക്കുവാനുള്ള ശക്തി തരുന്നത്, ദൈവമാണ് നിന്റെ പിതാക്കന്മാർക്ക് വാഗ്ദത്തം ചെയ്തതുപോലെ നിങ്ങൾക്ക് ഈ സമ്പത്തും സമൃദ്ധിയും എല്ലാം തന്നെ തരുന്നത്. ഒരിക്കലും അത് നിങ്ങളുടെ മിടുക്കുകൊണ്ട് ഉണ്ടാകുന്നതല്ല. അപ്പോൾ തീർച്ചയായിട്ടും പണ്ട് ദൈവത്തിൽ ആശ്രയിച്ചിരുന്നതായ ദൈവത്തിൻ്റെ ജനം പിന്നീട് അവർക്ക് സമ്പത്തും സമൃദ്ധിയും അവർക്ക് ജീവിക്കാൻ കഴിയുന്ന എല്ലാ ചുറ്റുപാടുകളും അവർ ഉണ്ടാകുമ്പോൾ അവർ അവരുടേതായ കഴിവുകളിൽ ആശ്രയിക്കുകയും ഇതെല്ലാം തന്നെ ഞാൻ എൻ്റെ കഴിവുകൊണ്ട് നേടിയെടുത്തതാണ് എന്നുള്ളതൊരു മനോഭാവത്തിലേക്ക് വരികയും, പണ്ട് ദൈവത്തിൽ ആശ്രയിച്ചിരുന്നതായ ജനം ഇന്ന് ദൈവത്തിൽ ആശ്രയിക്കാതെ സ്വന്തമായി കൈകാര്യം എല്ലാം തന്നെ എനിക്ക് തന്നെ ചെയ്യാൻ കഴിയും എന്നുള്ളതൊരു മനോഭാവത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നു. അപ്പോൾ ആദ്യം കണ്ടതായ ആ ഒരു അനുഭവ കഥ നമ്മൾ ശ്രമിച്ചതുപോലെ ആദ്യം അവരെ ലഗേജ് നഷ്ടപ്പെട്ടപ്പോൾ അവർ മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ ഇടയായി, അവർ ദൈവത്തെ സാക്ഷീകരിക്കാൻ അവരിടയായി. പിന്നീട് വന്നപ്പോൾ വിഷമിക്കേണ്ട, നമുക്ക് ഇൻഷുറൻസ് പരിരക്ഷയുണ്ടല്ലോ എന്ന് പറയുന്ന ഒരു മനോഭാവത്തിലേക്ക് വന്നു. അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു ഇസ്രായേൽ ജനങ്ങൾക്കും ഭരിച്ച. അവർ ആദ്യമൊന്നും ദൈവത്തിൻ്റെ വിശ്വാസം ദൈവത്തിൽ ആശ്രയിച്ചുവെങ്കിലും പിന്നീട് അവർ സ്വന്തം താലന്തുകളിലും സ്വന്തം കഴിവുകളിലും വിശ്വസിക്കാനിടയായി. അത് ഒരിക്കലും ദൈവം ആഗ്രഹിക്കാത്ത ഒരു വസ്തുതയാണ്. ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കും ദൈവം ചെയ്തതായ നന്മകളെ ഓർക്കുവാനും എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുവാനും ഈ സമ്പത്തും നമ്മുടെ കഴിവുകളും എല്ലാം തരുന്നത് ദൈവമാണ് എന്നുള്ളത് ഓർക്കേണ്ടതുമാണ്. അതാണ് ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നതായ കാര്യം. ഇതേ വിഷയം തന്നെ നൂറ്റാണ്ടുകൾക്ക് ശേഷം കർത്താവായ യേശു ക്രിസ്തു ഉപമയിലൂടെ പറയുന്നതായിട്ടും കാണുന്നു. അതായത് ഈ ധനത്തിൻ്റെ വഞ്ചന, ധനമുണ്ടാകുമ്പോൾ മനുഷ്യനുണ്ടാകുന്നതായ ആ ഒരു മാനസികാവസ്ഥ, ആ ഒരു മനോഭാവം വർഷങ്ങൾക്ക് ശേഷം കർത്താവായ യേശു ക്രിസ്തു മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ വിതയ്ക്കുന്നതിൻ്റെ ഉപമയിലൂടെ അവിടെ പറയുന്നതായിട്ട് കാണുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വചനം ഉള്ളിൽ വരും, ദൈവം ചെയ്ത എല്ലാ കാര്യങ്ങളും ഉള്ളിൽ വരുമ്പോൾ ധനത്തിൻ്റെ വഞ്ചന ഈ ഒരു വിത്തിനെ ഞെരുക്കിക്കളയുന്നതായിട്ട് കാണുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്തതായ കാര്യങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ ധനത്തിൽ നമ്മൾ ആശ്രയിക്കാതെ ഇതെല്ലാം തന്നെ ദൈവനാമമഹത്വത്തിനായി ദൈവം നമുക്ക് തന്നതാണ് എന്നുള്ളൊരു ഉത്തമ ബോധ്യം നമുക്ക് ഉണ്ടാകണം എന്നുള്ളത് വളരെ പ്രാധാന്യത അർഹിക്കുന്ന ഒരു വിഷയമാണ്. ഈ ഒരു ഭാഗത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കുവാൻ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായ കാര്യം, എത്ര പണമുണ്ടെങ്കിലും എത്ര ധനമുണ്ടെങ്കിലും നമുക്ക് എത്ര മണിമാളികൾ ഉണ്ടെങ്കിലും നമ്മളെല്ലാവരും തന്നെ ഒരു 6 അടി മണ്ണിന് വേണ്ടി, ഒരു 6 അടി ആഴം വരുന്ന ഒരു കുഴിക്ക് വേണ്ടി കാത്തിരിക്കുന്നതായ മാംസവും ദേഹിയുമാണ് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയ്ക്ക് അപ്പുറം
ഒരു നിത്യജീവൻ എന്നുള്ളതായ ഒരു അവസ്ഥ അത് മുന്നേ കണ്ടുകൊണ്ട് ദൈവം ചെയ്തതായ എല്ലാ കാര്യങ്ങളെയും നമ്മൾ ഓർത്തുകൊണ്ട് നമ്മൾ അതിനെ സാക്ഷീകരിക്കുവാനും നമുക്ക് ചെയ്തതായ നമുക്ക് വരുന്നതായ എല്ലാ അനുഗ്രഹങ്ങളും അത് ദൈവത്തിൻ്റെ ദാനമാണെന്നും അത് ദൈവത്തിൻ്റെ കൃപയാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് ദൈവം ചെയ്തതായ എല്ലാ കാര്യങ്ങളെയും മറക്കാതെ ജാഗ്രതയോടെ ഓർത്തുകൊള്ളേണ്ടത് അത്യന്താപേക്ഷിതമായിട്ടുള്ളതായ കാര്യമാണ്. നമുക്ക് വ്യാഴാഴ്ചത്തെ ഭാഗത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ തലവാചകമായി വരുന്നത് നിങ്ങൾ ഒരു അടിമയായിരുന്നെന്ന് ഓർക്കുക എന്നുള്ളതാണ്. ഈ പാഠഭാഗത്തിൽ ആദ്യമേ തന്നെ അനേകം വാക്കുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ആവർത്തന പുസ്തകം അതിൻ്റെ 5-ാം അധ്യായം 15-ാം വാക്യത്തിലും 6-ാം അധ്യായം 12-ാം വാക്യത്തിലും 15-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിലും 16-ാം അധ്യായം 3-ാം വാക്യത്തിലും 12-ാം വാക്യത്തിലും 24-ാം അധ്യായം 18-ാം വാക്യത്തിലും 22-ാം വാക്യത്തിലും ഈ വാക്യങ്ങളിലെല്ലാം തന്നെ ദൈവം എടുത്ത് അവരെ ഓർമ്മിപ്പിക്കുന്നതായ കാര്യം, അവരെ മറക്കാതിരിക്കണം എന്ന് ദൈവം ആവശ്യപ്പെട്ടത് അവർ മിസ്രയീമിൽ ഒരു അടിമയായിരുന്നു എന്നുള്ളത് മറക്കാതിരിക്കുക എന്നുള്ളതായിരുന്നു. നിങ്ങളെല്ലാവരും തന്നെ ഒരു അടിമകളായിരുന്നു എന്നുള്ളത് ഓർക്കണം എന്നുള്ളതാണ്. അപ്പോൾ പണ്ട് നിങ്ങൾ അടിമകളായിരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾ അടിമകളായിരുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് നിങ്ങൾ സ്വതന്ത്രരാണ്. ഇത് നിങ്ങൾ സ്വതന്ത്രരായിരിക്കണമെങ്കിൽ അത് ദൈവത്തിൻ്റെ നടത്തിപ്പും ദൈവത്തിൻ്റെ കൃപയുമാണ് അതിന് പിന്നിലുള്ളത് എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. അതാണ് ദൈവം അതിൽ നിന്നും ആഗ്രഹിക്കുന്നതായ കാര്യം. ഈ ഒരു വാക്യങ്ങളിലെല്ലാം തന്നെ നാം കണ്ടതുപോലെ ദൈവം ആ ഒരു ജനതയെ പഴയ നിയമത്തിലുടനീളം തൻ്റെ ആ ഒരു ജനതയെ അവരുടെ ശ്രദ്ധ മുഴുവൻ ആ ഒരു പഴയ നിയമത്തിലേക്ക് പുറപ്പാടിലേക്കും ആ മിസ്രൈമിലേക്കും തന്നെ ഇവരുടെ ശ്രദ്ധ എപ്പോഴും തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ശ്രദ്ധ തിരിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഒരു വീണ്ടെടുപ്പിലേക്കാണ് ഇവരുടെ ശ്രദ്ധയെ ദൈവം തിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഒരു കർമ്മം നിങ്ങൾ ആചരിക്കണം എന്ന് പറയുമ്പോൾ ഇന്ന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം യഹൂദന്മാർ ആ ഒരു വീണ്ടെടുപ്പിൻ്റെ ഓർമ്മയ്ക്കായി അവർ ഇപ്പോഴും പെസഹ പെരുന്നാൾ അവിടെ അല്ലെങ്കിൽ ആ പെസഹ യാഗം അവരവിടെ അർപ്പിക്കുന്നതായിട്ട് അവരവിടെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നു. ആ കർമ്മം ആഘോഷിക്കുന്നതിൽ അത് ആചരിക്കുന്നതിലൂടെ നിന്റെ മക്കൾ അത് എന്താണെന്ന് ചോദിക്കുമ്പോൾ മിസ്രയീമിനെ ദണ്ഡിപ്പിക്കയിൽ മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ മക്കളുടെ വീടുകളെ ഒഴിഞ്ഞ് കടന്ന് നമ്മുടെ വീടുകളിൽ രക്ഷിച്ച യഹോവയുടെ പെസഹയാഗം ആകുന്നു ഇത് എന്ന് നിങ്ങൾ പറയണമെന്ന് പുറപ്പാടിൽ പറയുന്നു. അപ്പോൾ അത് ദൈവം ഓർക്കണം എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ദൈവം നിങ്ങൾ അടിമകളായിരുന്നു, എന്നാൽ ഇന്ന് നിങ്ങൾ സ്വതന്ത്രരാണ്. ദൈവം നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു, ദൈവം നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഒരിക്കലും നിങ്ങൾ ആ ഒരു പഴയ കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അടിമ വീടായ മിസ്രൈമിൽ നിങ്ങൾ അനുഭവിച്ചതായ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, നിങ്ങളുടെ അടിമയായിരുന്നപ്പോൾ നിങ്ങൾ നേരിടേണ്ടി വന്നതായ പീഡനങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ മറക്കരുത് എന്ന് ദൈവം ഇവിടെ പറയുന്നതായിട്ട് കാണുന്നു. അതിനുശേഷം ഈ ഒരു കർമ്മം നിങ്ങൾ ആചരിക്കണം എന്നും പറയുന്നു. എന്നാൽ 1 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ നമ്മുടെ പെസഹ കുഞ്ഞാടും അർക്കപ്പെട്ടിരിക്കുന്നു, അത് ക്രിസ്തു തന്നെ എന്ന് പറയുന്നു. സഭയ്ക്ക് ഇന്ന് പെസഹ എന്ന് പറയുന്നത് ക്രിസ്തുവിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതായ ഒരു വീണ്ടെടുപ്പിൻ്റെ ഒരു പ്രതീകമാണ്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മുടെ പെസഹ കുഞ്ഞാടും അർക്കപ്പെട്ടിരിക്കുന്നു, അത് ക്രിസ്തു തന്നെ എന്നിവിടെ പറയുന്നത്. നമുക്ക് വായിക്കാം എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. അതിപ്രകാരം പറയുന്നു: കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനം അത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിനെ ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദനയേറ്റ് പരിച്ഛേദനക്കാർ എന്ന് പേരുള്ളവരാൽ അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരും ആയിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായിത്തീർന്നു. വായിച്ചു കേട്ട വചനങ്ങളിൽ നമ്മൾ കേട്ടത് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ അവർക്ക് കൊടുക്കുന്നതായ ഒരു ഉപദേശം പോലെ അവർക്ക് കൊടുക്കുന്നതാണ്. കർത്താവായ യേശു ക്രിസ്തു പൗലോസ് മുഖാന്തരം എഫേസസ് സഭയിലുള്ള വിശ്വാസികളുടെ അടുത്ത് പറയുന്നതായ കാര്യമാണ്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അത് ക്രിസ്തുവിൻ്റെ ദാനമാണ്, അത് ദാനം അത്രയാകുന്നു എന്നവിടെ പറയുന്നു. ഇതുപോലെ തന്നെയാണ് മോശെ മുഖാന്തരം ദൈവം ഇസ്രായേൽ മക്കളോടും പറഞ്ഞത്. നിങ്ങളിന്ന് അടിമ വീടായിരിക്കുന്ന മിസ്രൈമിൽ നിന്ന് അടിമ എന്നുള്ളതായ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ വെളിയെ വന്നു, നിങ്ങളിപ്പോൾ സ്വതന്ത്രരാണ്. ഈ ഒരു സ്വാതന്ത്ര്യത്തിന് പിന്നിൽ ദൈവത്തിൻ്റെ കൃപയാണ് ഉള്ളത് എന്ന് വ്യക്തമായി അവിടെ മോശെ മുഖാന്തരം ദൈവം അവിടെ അരുളി ചെയ്യുന്നു.
അപ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ട് വാക്യങ്ങളും വളരെയധികം ബന്ധപ്പെട്ടു പോകുന്നതായ കാര്യമാണ്. അന്ന് ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ അടിമകളായിരുന്ന അവർ അവിടുത്തെ പീഡനങ്ങളും അവരുടെ ബുദ്ധിമുട്ട് പ്രയാസങ്ങളെല്ലാം തന്നെ അവർ അനുഭവിച്ച് അവർ വെളിയെ വന്നതുപോലെ തന്നെ പിന്നീടുള്ളതായ ജനത അവർ പാപമാകുന്ന ആ ഒരു അടിമത്തത്തിൽ നിന്നും അവർ ക്രിസ്തേശു മുഖാന്തരം അവർ വെളിയിൽ വന്നിരിക്കുന്നു. ഇതിനൊന്നും തന്നെ അവർ യോഗ്യരല്ല എങ്കിലും ക്രിസ്തുവിൻ്റെ ദാനം അത്രേ അവരെ അതിൽ നിന്ന് സ്വതന്ത്രരാക്കിയത്. ഇവിടെയും ഇസ്രായേലിൽ നിന്നും ഇസ്രായേൽ മക്കളെ സ്വതന്ത്രമാക്കി അവർ വാഗ്ദത്തം ആ ദൈവത്തിൻ്റെ കൃപയത്രേ ആകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അത് മരുഭൂമിയിലുള്ളതായ യഹൂദന്മാരായിരുന്നാലും എഫെസോസിലുണ്ടായിരുന്നതായ വിശ്വാസികളായിരുന്നാലും ഇന്ന് ലോകമെമ്പാടുമുള്ള സെവന്ത് ഡേ അഡ്വന്റിസ്റ്റുകാരായിരുന്നാലും നമുക്കെല്ലാവർക്കും തന്നെ ലഭിച്ചിരിക്കുന്ന ഈ ഒരു കൃപ, ദൈവത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഈ അനുഗ്രഹങ്ങൾ നമ്മൾ ഓർക്കേണ്ടത് വളരെ പ്രാധാന്യത അർഹിക്കുന്നതായ വിഷയമാണ്. ഇതെല്ലാം തന്നെ നമ്മൾ ഓർത്ത് നമ്മൾ പണ്ട് എന്തായിരുന്നു, പണ്ട് ഏതവസ്ഥയിലായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കണം. എന്നിട്ട് ഇപ്പോൾ നമ്മളായിരിക്കുന്ന ഈ അവസ്ഥയിൽ നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. ദൈവത്തിൻ്റെ കൃപ അത് അനുഭവിച്ച് ദൈവത്തോട് എപ്പോഴും ഒരു നന്ദിയുള്ള മനോഭാവം ഉണ്ടായിരിക്കണം. അതിനനുസരിച്ച് ഇനി വരുന്നതായ നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തി നിത്യജീവനിലേക്ക് പങ്കാളികളായി തീരുവാൻ തക്കവണ്ണം നമ്മൾ പ്രാപ്തരാകണം. നമുക്ക് പണ്ട് ഇസ്രായേൽ മക്കൾക്ക് മിസ്രൈമിൽ നിന്നും ഉണ്ടായിരുന്ന അനേകം പീഡനങ്ങളും ബുദ്ധിമുട്ട് പ്രയാസങ്ങളെല്ലാം തന്നെ ഇന്ന് ആത്മീയ ഇസ്രായേലായിരുന്ന നമുക്കും പണ്ട് നമ്മുടെ പഴയ ജീവിതത്തിലുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ട് ദൈവത്തിൻ്റെ കൃപയാൽ നമ്മൾ ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നിരിക്കുമ്പോൾ ഈ ഒരു രക്ഷ നിലനിർത്തുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ ക്രമപ്പെടുത്തേണ്ടത് വളരെയധികം അത്യന്താപേക്ഷിതമായിട്ടുള്ളതായ കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ഏതവസ്ഥയിലായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ് ഏറ്റവും പ്രധാനമായി വരുന്നത്. അതിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ മുന്നോട്ട് ക്രമപ്പെടുത്തുവാൻ സാധിക്കണം എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ വിഷയം എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എല്ലാ ദിവസവും 1 മണിക്കൂറെങ്കിലും കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ചെയ്തതായ കാര്യങ്ങളെ നമ്മൾ ഓർത്തുകൊണ്ട് ദൈവത്തോട് ധ്യാനിപ്പാനും ദൈവത്തോട് പ്രാർത്ഥിപ്പാനും നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മളെ തന്നെ ദൈവം ചെയ്തതായ കാര്യങ്ങളെ നമ്മൾ തന്നെ ഓർമ്മപ്പെടുത്തുവാൻ, നമ്മൾ മറ്റുള്ളവരിലേക്ക് അത് സാക്ഷ്യപ്പെടുത്തി നമ്മുടെ സംസാര വിഷയങ്ങളിൽ ഈ ഒരു സന്ദർഭം അത് ഉൾപ്പെടുത്തുക. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, ദൈവത്തിൻ്റെ കൃപ ഇതിൽ ഉൾപ്പെടുത്തി നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും എപ്പോഴും ദൈവം ചെയ്തതായ നന്മകളെ നമ്മൾ ഉരുവിട്ടുകൊണ്ട് നമ്മുടെ മക്കളോടും മക്കളുടെ മക്കളോടും ഇത് പകർന്നു കൊടുക്കുന്നതിന് നമ്മളെ തന്നെ ഓർമ്മപ്പെടുത്തി ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ അനുഗ്രഹവും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും ആ ഒരു സാക്ഷ്യം മുഖാന്തരം അനേകം പേർ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനും ഇടയാമാറാകണം എന്നുള്ളതാണ് ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തക്കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കൂടുതൽ പഠനത്തിനായി നമ്മൾ നോക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ കരുണ അത് എത്ര ശ്രേഷ്ഠമാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതായത് ഇന്ന് നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മളോട് മഴവില്ല് കാണുമ്പോൾ അത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവർ ഈ മഴവില്ല് എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ ഒരു അടയാളമാണ്. അത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. ഇനി ഈ ഭൂമിയിൽ വെള്ളം നിറഞ്ഞ് കവിയുകയില്ല എന്നുള്ളതിന് ദൈവം കൊടുക്കുന്ന ഒരു വാഗ്ദത്തത്തിൻ്റെ അടയാളമാണ്. അതിൽ ഉപരി പാപത്തിന്മേൽ ദൈവം കൊടുത്ത ന്യായവിധിയുടെ അടയാളമായിട്ടല്ല, മറിച്ച് അത് ദൈവത്തിൻ്റെ കൃപയുടെയും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും അടയാളമാണ് എന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ട് സാധിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഈ മഴവില്ല് കാണുമ്പോൾ നിങ്ങളത് ഓർക്കുമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മൾ മറന്നു പോവുകയില്ല. അത് നമ്മളത് കാണുമ്പോൾ ഓർക്കും എന്ന് അത്യുന്നതൻ അവിടെ പറയുകയാണ്. അപ്പോൾ ഇനി മറ്റുള്ളവർ എന്താണ് ഈ മഴവില്ല് എന്ന് ചോദിക്കുമ്പോൾ അത് അത്യുന്നതനായ ദൈവത്തിൻ്റെ ഒരു അടയാളമാണ്. ഇനി ഈ ഭൂമിയിൽ വെള്ളം നിറയുകയില്ല എന്നുള്ള ദൈവത്തിൻ്റെ അടയാളമാണ് എന്ന് നമുക്ക് സാക്ഷീകരിക്കാൻ കഴിയണം. എത്രയോ സന്തോഷം, അല്ലെങ്കിൽ എത്രയോ അഭിമാനമുള്ളതായ, അല്ലെങ്കിൽ എത്രത്തോളം നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും അത്. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ മഴവില്ല് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് നമുക്ക് പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കാത്ത ഒരുവിധം സന്തോഷമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് പറയുന്നതിലൂടെ അപ്പോൾ ആ ഒരു വസ്തുത നമ്മൾ ഓർക്കുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തായ എല്ലാ കാര്യങ്ങളെയും ഓർക്കുമ്പോൾ അത് ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുവാൻ, ദൈവത്തിൻ്റെ സത്യങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങൾ ക്രമീകരിക്കാനും നമുക്ക് ഇടയാകും. അതോടൊപ്പം തന്നെ നമ്മൾ പണ്ട് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കണം. നമ്മുടെ സമ്പത്ത്, നമുക്ക് വന്നിരിക്കുന്നതായ സമ്പത്തിനെ അത് ദൈവം തന്നതാണ് എന്നുള്ളത്. അതായത് നമ്മളൊന്നും നമ്മുടെ സ്വന്തം അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ട് നേടിയെടുത്തതല്ല ഒന്നും. അതെല്ലാം തന്നെ ദൈവത്തിൻ്റെ ദാനം അത്രേ. ആ ഒരു ദാനം
നല്ല ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുവാനും അത് ദൈവനാമ മഹത്വത്തിനായി തീരുവാനും നമുക്ക് കഴിയണം. ദൈവനാമ മഹത്വത്തിനായി തീർക്കുവാൻ കഴിയണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നൽകിയിരിക്കുന്നതായ, നമുക്ക് ലഭിച്ചിരിക്കുന്ന നല്ല ദാനങ്ങളും താലന്തുകളും എല്ലാം തന്നെ ദൈവനാമ മഹത്വത്തിനായി തീരണം. ദൈവം ചെയ്തു തന്നായ എല്ലാ കാര്യങ്ങളും നമ്മൾ ഓർക്കുവാനും അത് നമ്മുടെ ഇരിപ്പിലും നടപ്പിലും നമ്മുടെ പോക്കിലും വരവിലും എല്ലാം തന്നെ അത് സംസാരിപ്പാനും നമ്മുടെ മക്കളോടും മക്കളുടെ മക്കളോടും അത് പകർന്നു കൊടുക്കുവാനും അവരെ ഒരുക്കുവാനും അതിലൂടെ അനേകം പേരെ ദൈവത്തിൻ്റെ സത്യം അറിയുവാനും അതിൽ ഒരുക്കുവാനും നമ്മൾ ഇടയായി തീരണം. അപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് നമ്മുടെ ജീവിതങ്ങളിലുണ്ടാവും. അതിലൂടെ നിത്യജീവനിലേക്കുള്ള വഴി നമുക്ക് തെളിഞ്ഞു വരും. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു നിത്യതയിലേക്ക് കടപ്പാൻ തക്കോണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ ഉണ്ടാകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പാഠത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മുടെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇന്നത്തെ സബ് സ്കൂൾ സർവീസിൻ്റെ അവസാനമായി പാഠോത്സവത്തിലെ 322 പാട്ട് പാടാം. 3-2-2. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ ഇകമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ ദൈവിക ഭവനമതിൽ പുതുവീടുകളൊരുക്കിയവൻ വരും മേഘമതിൽ നമ്മെ ചേർത്തിടുവാൻ നടുവാനിതിൽ ദൂതരുമാൻ വരും മേഘമതിൽ നമ്മെ ചേർത്തിടുവാൻ നടുവാനിതിൽ ദൂതരുമാൻ പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ തൻ തിരുനാമത്തിനായി മണ്ണിൽ നിന്നകൾ സഹിച്ചവരെ തിരുസന്നിധോ ചേർത്തു തൻ കൈകളവരുടെ കണ്ണുനീർ തുടച്ചിടുവാൻ തിരുസന്നിധോ ചേർത്തു തൻ കൈകളവരുടെ കണ്ണുനീർ തുടച്ചിടുവാൻ പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ വിണ്ണിലുള്ളതുപോലെ ഇനി മണ്ണിലും ദൈവഹിതം പരിപൂർണമായി ദൈവിക രാജ്യമി പാരിലും സ്ഥാപിതമാക്കിടുവാൻ പരിപൂർണമായി ദൈവിക രാജ്യമി പാരിലും സ്ഥാപിതമാക്കിടുവാൻ പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ കാലമെല്ലാം കഴിയും ഇന്നു കാൺമതെല്ലാം
പുതുയുഗം വിരിയും തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. ശബ്ദം കർത്താവായ സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ഏഴകളാകുന്ന നടികൾ ഒരു പ്രാവശ്യം തൃപ്പാതപ്പെടുത്തി കടന്നു വരാൻ തൊക്കണം നൽകിയ മഹനീയമായ അവസരത്തിനായി നന്ദി സ്തോത്രം ചെയ്യുന്നു. യഹോവയുടെ വചനങ്ങൾ കൃത്യനിഷ്ഠയോടെ പഠിക്കുന്നതിനും അതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നതിനും തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കുന്ന അനുഗ്രഹിക്കായി നന്ദി സ്തോത്രം ചെയ്യുന്നു. പാഠപഠനം നടത്തിയ പ്രിയദാസനെ തൃപ്പാതപ്പെടുത്തങ്ങൾ സമർപ്പിക്കുന്ന പിതാവേ, പഠിച്ച വചനങ്ങൾക്കനുസരിച്ച് ജീവിപ്പാടിങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അങ്ങയുടെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന അന്ധികാലത്തരങ്ങൾ ജീവിക്കുമ്പോൾ ഉണർന്നും പ്രാർത്ഥിച്ചും ജാഗരിച്ചും അങ്ങയുടെ വചനത്തോട് കൂടുതൽ അടുത്ത് ജീവിപ്പാടിങ്ങളെ സഹായിക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്ന പിതാവേ, അന്തികാല സംഭവങ്ങളൊക്കെയും അങ്ങയുടെ വരവിനെ വിളിച്ചോതുമ്പോൾ അടിയങ്ങൾ കർത്താവിനോട് ചേർന്ന് ജീവിപ്പാനും അങ്ങയുടെ വരവിന് വേണ്ടി ഒരുങ്ങുവാനും അനേകർ ഒരുക്കുവാൻ തക്കണം കർത്താവ് സഹായിക്കുമാറാകണമേ. ലോകമെമ്പാടുമുള്ള അനേകരിരുന്നുകൊണ്ട് യൂട്യൂബിലൂടെ അങ്ങയുടെ വചനങ്ങളെ ശ്രവിച്ച് അവരൊക്കെയും കർത്താവിലേക്ക് ആകർഷിക്കപ്പെടുവാൻ തക്കണം ഈ പഠനമൊക്കെയും സഹായകമായി തീരുമാറാകണമെന്ന് ക്രിസ്തയേശുവിനെ തന്നെയുള്ള നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോട് കേൾക്കുമാറാകണമേ.